നമ്മൾ ഇന്ന് ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ ഈ ഭാഗം വായിക്കുകയും പ്രിപ്പയർ ചെയ്യുകയും ചെയ്തപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഓർക്കുകയായിരുന്നു. ഏകദേശം 30 വർഷമായി ക്രിസ്ത്യ ജീവിതം ആരംഭിച്ചിട്ട് 29-30 വർഷമായി. ഈ 30 വർഷത്തിനുള്ളിൽ ഒരിക്കൽ പോലും 11-ാം അധ്യായത്തെ ആസ്പദമാക്കി ആരും പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തീയ സമൂഹത്തിൽ ഏറ്റവും അധികം മനസ്സിലാക്കാത്തതും പഠിക്കാത്തതുമായ ഒരു ഭാഗമാണ് 11-ാം അധ്യായം. ഇന്ന് വരെ ഒരു പ്രസംഗം പോലും ഒരു ക്ലാസ് പോലും ഈ 11-ാം അധ്യായത്തിൽ നിന്ന് കേൾപ്പാനായിട്ട് സാധിച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് അത്രത്തോളം അവഗണിച്ചിട്ടിരിക്കുന്ന ഒരു വേദഭാഗമാണ്. കാരണം ഇത് ചരിത്രത്തോട് താല്പര്യമുള്ളവർക്ക് ഇത് സന്തോഷകരമായി മാറുകയുള്ളൂ. കാരണം ഇത് മുഴുവൻ ചരിത്രമാണ്. ഒരു ജിഗ്സോ പസിൽ പോലെ ദൈവം വെളിപ്പെടുത്തിയ വസ്തുതകളും ചരിത്രം കൂടെ നമ്മൾ ഒന്നിച്ച് ശ്രദ്ധിക്കുമ്പോൾ ആ ജിഗ്സോ പസിൽ ചേർന്ന് വരുന്ന പോലെ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഏതായാലും ഈ 11-ാം അധ്യായം വളരെ ശാന്തമായിട്ട് മാത്രമേ നമുക്കെടുക്കാനായിട്ട് കഴിയുള്ളൂ. യാതൊരു ധൃതിയും വെച്ചെടുത്താൽ അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയില്ല. ഞാനതുകൊണ്ട് ഈ അധ്യായത്തിന് വേണ്ടി ഒന്നാമത് വലിയ അധ്യായമാണ്, 45 വാക്യങ്ങളുണ്ട്. 2 ക്ലാസ്സുകളെങ്കിലും ഈ ഭാഗത്ത് നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അടുത്ത ക്ലാസ്സിന് വരുമ്പോൾ അതിൻ്റെ അവസാനത്തെ ഭാഗം 36 തൊട്ടുള്ള ഭാഗം മനസ്സിലാക്കാനായിട്ട് കഴിയുമെങ്കിൽ ഒരു പെൻസിൽ കൂടെ കൊണ്ടുവരണം. ഒരു ചെറിയ ഹോംവർക്ക് ബൈബിളിൽ ചെയ്തെങ്കിലേ അത് പിടികിട്ടുകയുള്ളൂ. കാരണം നിങ്ങൾ തന്നെ വായിച്ചു നോക്കിയാൽ 36 തൊട്ട് അവനെന്ന് പറഞ്ഞ് ഒരുപാട് പ്രാവശ്യം അവനെന്ന് പറയുന്നുണ്ട്. നമുക്ക് അങ്ങനെ വായിച്ചാൽ അത് ഒരു വിധത്തിൽ മനസ്സിലായില്ലേ. എന്നാൽ അത് മനസ്സിലാക്കാനായിട്ടൊരു എളുപ്പമാർഗം ഒരു പെൻസിലുണ്ടെങ്കിൽ ആ ബൈബിളിൽ തന്നെ അടയാളപ്പെടുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അത് അടുത്ത ആഴ്ചയിൽ ആ ഭാഗത്ത് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. മുൻകൂട്ടി ഒരു പെൻസിലൂടെ കൊണ്ടുവരണമെന്ന് ഓർപ്പിക്കായിരുന്നു ബൈബിളിൽ അടയാളപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി. ഏതായാലും നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. 10-ാം അധ്യായം വാസ്തവത്തിൽ നമ്മൾ ചിന്തിക്കുകയുണ്ടായി. 10ഉം 11ഉം 12ഉം അധ്യായങ്ങൾ ഒന്നിച്ചു പോവുകയാണ്. ദൈവം യഹൂദന്, അതായത് ദാനിയേലിൻ്റെ ജനത്തിനും യെരുശലേമിനും ദേശത്തിനും ഉള്ള പ്രവചനങ്ങളെ സംബന്ധിച്ച് വെളിപ്പാടുകൾ അന്ത്യകാലത്തുള്ള ബന്ധത്തിലും മറ്റും കൊടുക്കുവാൻ, ഭാവിയെ സംബന്ധിച്ചുള്ള വെളിപ്പാടുകൾ കൊടുക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൂതൻ കടന്നു വരുമ്പോൾ ദൂതനെ 21 ദിവസം തടസ്സപ്പെടുത്തി. ആ വളരെ പ്രധാനപ്പെട്ട ദൂത് 21 ദിവസങ്ങൾക്ക് ശേഷം വന്ന് ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന സംഭവമാണ് 10-ാം അധ്യായത്തിൽ നമ്മൾ പഠിച്ചത്. 11-ാം അധ്യായത്തിൽ വരുമ്പോൾ എന്താണ് ആ വിഷയമെന്നുള്ളത് നമ്മളവിടെ കാണുകയാണ്. ഇംഗ്ലീഷ് ബൈബിൾ കൂടെ ചേർത്ത് വായിക്കാതെ ആ 11-ാം അധ്യായത്തിൻ്റെ വിഷയങ്ങളെ നമുക്ക് വേണ്ടവണ്ണം മലയാള ട്രാൻസ്ലേഷനിൽ വന്ന ചില ബസ്സുകൾ കൊണ്ട് ഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് ഇംഗ്ലീഷ് ബൈബിൾ കൂടെ അതിൻ്റെ ഇടയ്ക്ക് ചേർത്ത് ഞാൻ പോവുകയാണ്. നമുക്ക് 11-ാം അധ്യായത്തിലേക്ക് കടന്നു വരാം. വീണ്ടും ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ. ഈ ദൂതൻ കടന്നു വന്ന് യഹൂദനെ സംബന്ധിച്ചുള്ള ചരിത്രം മുമ്പ് കൂട്ടി വെളിപ്പെടുത്തി കൊടുക്കുകയാണ് 11 തൊട്ടുള്ള അധ്യായത്തിൽ നിന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ അഡ്വാൻസ് ന്യൂസ്. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇവിടെ ദൈവം വെളിപ്പെടുത്താൻ പോവുകയാണ് ഒരു 200-300 വർഷത്തെ ഇന്ത്യയുടെ ചരിത്രം മുഴുവൻ. ഇവിടെ ദൈവം വന്ന് നമുക്ക് വെളിപ്പെടുത്തി തരികയാണെങ്കിൽ എന്തൊരു അത്ഭുതകരമായിരിക്കും എന്നോർത്ത്. ആ വെളിപ്പെടുത്തിയതനുസരിച്ച് തന്നെ വിഷയങ്ങളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ എന്തൊരു ത്രില്ലായിരിക്കും അത് വായിക്കുന്നവർക്കെന്നുള്ളത് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രവചനം ദാനിയേലിൻ്റെ ജനത്തെക്കുറിച്ച്, യെരുശലേമിനെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, അന്ത്യകാലത്തുള്ള ബന്ധത്തിലും അവരുടെ ഭാവിയെ സംബന്ധിച്ചും വെളിപ്പെടുത്തിയ പ്രവചനമാണ്. നമുക്ക് ആദ്യ പ്രവചനം ശ്രദ്ധിച്ചാൽ 2-3 വാക്യങ്ങൾ നമുക്ക് 1, 2, 3 വാക്യം വായിക്കാം. ഞാനോ മേത്യനായ ദാരിയവേശൻ്റെ 1-ാം ആണ്ടിൽ അവനെ ഉറപ്പിപ്പാനും ബലപ്പെടുത്തുവാനും എഴുന്നേറ്റ് നിന്നു. മേത്യനായ ദാരിയവേശൻ്റെ 1-ാം ആണ്ട്. നമ്മളതിൻ്റെ പശ്ചാത്തലം നമുക്കറിയാം. ബാബിലോൺ സാമ്രാജ്യം കഴിഞ്ഞു. മേദ്യരും പാർശ്വരും കൂടെ ഭരണമേറ്റിരിക്കുകയാണ്. പേർഷ്യൻ രാജാവായ കോരശും മേദ്യ രാജാവായ ദാരിയവേശും ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നോക്കുക, അവനെ ഉറപ്പിപ്പാനായിട്ട് ബലപ്പെടുത്തുവാനായിട്ട് എഴുന്നേറ്റ് നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് 2-ാം വാക്യത്തിൽ ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം എന്ന് പറഞ്ഞ് 2-3 വാക്യത്തിൽ പേർഷ്യൻ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഭാവിയിൽ ഉടലെടുക്കുന്ന രാജ്യങ്ങളെക്കുറിച്ച് അവിടെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. നമുക്കതുകൊണ്ട് ദാനിയേലിൻ്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യം നമുക്ക് വായിക്കാം. ഞാൻ ഓർപ്പിച്ചു, വളരെ ശ്രദ്ധയോടുകൂടെ കരുതിയെങ്കിൽ മാത്രമേ ഈ പ്രവചനം മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ദാനിയേൽ 11-ന്റെ 2-3 വാക്യം. പേർഷ്യൻ രാജ്യം, അതായത് ദാരിയവേശും
കോരശും ഭരിച്ചുകൊണ്ടിരിക്കുന്ന, പേർഷ്യൻ സാമ്രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം നമുക്കത് 1-ാം വാക്യത്തിൽ വെളിപ്പെട്ട് കിട്ടി. ഇനിയും ഭാവിയിൽ ഈ പേർഷ്യൻ രാജ്യത്തോടുള്ള ബന്ധത്തിൽ എത്ര രാജാക്കന്മാർ എഴുന്നേൽക്കുമെന്നുള്ളത് 2-3 വാക്യത്തിൽ വെളിപ്പെടുത്തുന്നു. ഇപ്പോഴോ ഞാൻ നിന്നോട് സത്യം അറിയിക്കാം, പാർസ്യദേശത്ത്, അതായത് പേർഷ്യൻ രാജ്യത്ത് ഇനി 3 രാജാക്കന്മാർ എഴുന്നേൽക്കും. പേർഷ്യൻ രാജ്യത്ത് 3 രാജാക്കന്മാർ കൂടെ എഴുന്നേൽക്കും. 4-മത്തവൻ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. അവൻ ധനം കൊണ്ട് ശക്തിപ്പെടുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യമിപ്പിക്കും. പിന്നെ വിക്രമനായ ഒരു രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. നമുക്ക് ആ വാക്യത്തിലേക്ക് കടന്നു പോകാം. നോക്കുക, ഇവിടെ നമുക്ക് വെളിപ്പെട്ട് കിട്ടി, ഇനി 3 രാജാക്കന്മാർ കൂടെ പേർഷ്യൻ രാജ്യത്ത് എഴുന്നേറ്റെങ്കിലേ സാധിക്കുകയുള്ളൂ. അതിന് ശേഷം 4-മത്തവൻ എല്ലാവരിലും അധികം ധനമുള്ളവനായിട്ട് എഴുന്നേൽക്കും. ചരിത്രം ആശ്ചര്യമായി മുമ്പ് കൂട്ടി ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. പേർഷ്യൻ രാജാവായ കോരശിൻ്റെ ശേഷം നമുക്കറിയാം, പിന്നീട് കടന്നു വന്നത് കാംബിസിസ് എന്ന് പറയുന്ന സൈറസിൻ്റെ മകൻ ഭരണം ഏറ്റെടുത്തു. കാംബിസിസിൻ്റെ മരണശേഷം ഹ്യൂഡോ സെമാരഡിസ് എന്ന് പറയുന്ന ഒരുവൻ ഭരണത്തിലേക്ക് വന്നു. അതിൻ്റെ കാരണമുണ്ട്. അവൻ കബളിപ്പിക്കുന്ന ഒരുവനായതുകൊണ്ട് അധികാരത്തിലേക്ക് പ്രവേശിക്കേണ്ട ഒരു പുത്രനെ പോലെ ഇരുന്ന വേറൊരു വ്യക്തി അവിടെ ഭരണത്തിൽ ചതിച്ച് കടന്നു വരികയാണ്. അതുകൊണ്ടാണ് അവനെ സ്യൂഡോ, അതായത് കാപഠ്യം കാണിച്ച SMERDIS, സ്മെർഡീസ് എന്ന് പേര് വന്നിരിക്കുന്നത്. 3-മത് എഴുന്നേറ്റ് വന്നു ദാരിവേശ്. 4-മത് നമുക്ക് വളരെ പരിചയമുള്ള അഹശ്വേരോശ് രാജാവാണ്. എസ്തേറിൻ്റെ പുസ്തകത്തിലും മറ്റും നമ്മൾ വായിക്കുന്ന അഹശ്വേരോശ് രാജാവ്. എന്നാൽ 4-മത്തെ വ്യക്തിയെക്കുറിച്ച് ഇവിടെ വായിക്കുന്നുണ്ട്. 4-മത്തെ എല്ലാവരിലും അധികം ധനവാനായിരിക്കും. വാസ്തവത്തിൽ പേർഷ്യൻ രാജ്യത്തിൽ വെച്ച് ഏറ്റവും അധികം സൈന്യമുണ്ടായിരുന്നവനും ധനവാനുമായി തീർന്ന അഹശ്വേരോശ് രാജാവ് ഹിന്ദുദേശം തുടങ്ങി, അതായത് ഇന്ത്യ മുതലായ സകല പ്രദേശങ്ങളെയും വാണിരുന്ന അഹശ്വേരോശിനെ കുറിച്ച് എസ്തേറിൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവൻ അറിയപ്പെട്ട ലോകത്തെ മുഴുവൻ കീഴ്പ്പെടുത്തി വലിയ ധനികനായി മാറി, വലിയ സൈന്യത്തിൻ്റെ ഉടമയായി മാറി. എന്നാൽ ഈ 4-മത്തെ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞ ശേഷം നമുക്ക് അവിടെ പറയുന്നു, അവൻ ധനം കൊണ്ട് ശക്തിപ്പെടുമ്പോൾ എല്ലാവരെയും യവന രാജ്യത്തിന് നേരെ ഉദ്യമിപ്പിക്കും. യവന രാജ്യം നമുക്കറിയാം, ഗ്രീക്ക് രാജ്യത്തിന് നേരെ എഴുന്നേൽപ്പിക്കും. അലക്സാണ്ടറുടെ സാമ്രാജ്യം എഴുന്നേറ്റ് വരികയാണ്. ഈ അലക്സാണ്ടർ സാമ്രാജ്യത്തിന് നേരെ അഹശ്വേരോശ് എല്ലാവരെയും എഴുന്നേൽപ്പിക്കുകയാണ്. വലിയ ധനമുള്ളവനാണ്. അവൻ്റെ സകല സൈന്യങ്ങളെയും ഉപയോഗിച്ച് അവനത് ഉപയോഗിക്കാനായിട്ട് വരുമ്പോൾ 3-ാം വാക്യം നോക്കിക്കാട്ടെ, വിക്രമന രാജാവ് എഴുന്നേൽക്കും. അവൻ വലിയ അധികാരത്തോടെ വാണ് ഇഷ്ടം പോലെ പ്രവർത്തിക്കും. നോക്കുക, ചരിത്രം വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരുന്നു. അഹശ്വേരോശിൻ്റെ ശേഷം അലക്സാണ്ടർ ഭരണത്തിലേക്ക് വന്നു. ഇനിയുമുള്ള ഭാഗം നമ്മൾ ശ്രദ്ധിക്കുക. അവൻ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്നു. അലക്സാണ്ടർ നിവർന്നു നിൽക്കുമ്പോൾ, അതായത് യൂറോപ്പ് തൊട്ട് ഇന്ത്യ വരെയുള്ള പ്രദേശം മുഴുവൻ 33 വയസ്സിൻ്റെ ഉള്ളിൽ അലക്സാണ്ടർ ചക്രവർത്തി കീഴ്പ്പെടുത്തി. എന്നാൽ അവൻ നിവർന്നു നിൽക്കുമ്പോൾ തന്നെ, എന്ന് പറഞ്ഞാൽ അവൻ വളരെ പ്രതാപത്തിൽ, അവൻ അധികാരത്തിൽ നിൽക്കുമ്പോൾ തന്നെ അവൻ്റെ രാജ്യം തകർന്നു. അലക്സാണ്ടർ 33 വയസ്സുള്ളപ്പോൾ അവൻ്റെ രാജ്യം തകർന്നുപോയി. നമുക്ക് ആ ചരിത്രം കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ ഓർപ്പിച്ചതാണ്. അവൻ്റെ രാജ്യം തകർന്നു. ആകാശത്തെ 4 കാറ്റിനെ ഭേദിച്ച് പോലെ അത് അവർക്ക്, അവൻ്റെ സന്തതിക്കല്ല, അവൻ വാണിരുന്ന അധികാരം പോലെയുമല്ല, അവൻ്റെ രാജ്യത്തെ നിർമൂലമായി അവർക്കല്ല അന്യർക്ക് അധീനമാകും. നമ്മൾ നേരത്തെ പഠിക്കുകയുണ്ടായി അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം. നേരത്തെ പഠിച്ചുകൊണ്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ലേ? അലക്സാണ്ടറിൻ്റെ മക്കൾക്കൊന്നും കിട്ടിയില്ലേ? അലക്സാണ്ടറിൻ്റെ ലെജിറ്റിമേറ്റ് സണ്ണും ഇലെജിറ്റിമേറ്റ് സണ്ണും തൻ്റെ ബ്രദറും ഒക്കെ കൊല്ലപ്പെട്ടു. ജനറൽമാർ അവരെയെല്ലാം കൊന്നു. വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയ പോലെ ഈ അലക്സാണ്ടർ എഴുന്നേറ്റ് നിന്ന് പ്രബലപ്പെട്ടപ്പോൾ അവൻ തകർന്നുപോയ ശേഷം അവൻ്റെ രാജ്യം 4ആയിട്ട് ഭാഗിക്കപ്പെട്ടു. ആ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നു. ഇവിടെ ഒന്നുകൂടെ അത് ആവർത്തിച്ച് പരിശുദ്ധാത്മാവ് വാസ്തവത്തിൽ ദൈവം ദാനിയേലിന് കാണിച്ചു കൊടുക്കുകയാണ്. മാസിഡോണിയ, ഏഷ്യ മൈനർ, ഈജിപ്റ്റ്, സിറിയ 4ആയിട്ട് വിഭാഗിക്കപ്പെട്ടു. ഇനിയുള്ള ഭാഗമാണ് വളരെ ശ്രദ്ധയോടുകൂടെ നാം മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങൾ ഏകദേശം നമുക്കറിയാം, നേരത്തെയുള്ള പഠനത്തിൽ കൂടെ നാം പഠിച്ചതാണ്. എന്നാൽ ഇവിടെ നോക്കുക, അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം 4ആയിട്ട് ഭാഗിക്കപ്പെട്ടു എന്നുള്ളത് ചരിത്ര സംഭവമാണ്. എന്നാൽ ഇവിടെ നമുക്ക് ഇനിയും നോക്കിയാൽ തെക്കേ ദേശമെന്നും വടക്കേ ദേശമെന്നും പറയുന്നു. സദേൺ കിങ്ഡം ആൻഡ് നോർത്തേൺ കിങ്ഡം. നമ്മൾ പഠിച്ചു നോക്കിയാൽ ഇസ്രയേലിൻ്റെ ജോഗ്രഫിക്കലി, അതായത് ഭൂമിശാസ്ത്രപരമായി ഇസ്രയേലിൻ്റെ തെക്ക് ഭാഗത്ത് സദേൺ പാർട്ടിൽ കിടക്കുന്നു ഈജിപ്റ്റ് കിടക്കുന്നു.
എന്നാൽ അതിൻ്റെ വടക്ക് ഭാഗത്ത് നോർത്തേൺ പാർട്ടിൽ കിടക്കുന്നു സിറിയ കിടക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ട് ഇവിടെ മനസ്സിലാക്കണം, തെക്കേ ദേശം എന്നിവിടെ പറഞ്ഞിരിക്കുന്നത് ഈജിപ്തിനെ കുറിച്ചും വടക്കേ ദേശം എന്ന് പറഞ്ഞിരിക്കുന്നത് സിറിയയെക്കുറിച്ചുമാണ്. നോക്കുക, 4-ാം വാക്യം വരെ ദൈവം അലക്സാണ്ടറിൻ്റെ സാമ്രാജ്യം തകരുന്ന ചരിത്രം പറഞ്ഞിട്ട് അതിൻ്റെ ശേഷം തെക്കേ ദേശവും വടക്കേ ദേശവും എന്ന് പറയുമ്പോൾ ഇസ്രായേലിൻ്റെ തെക്ക് കിടക്കുന്ന രാജ്യവും വടക്ക് കിടക്കുന്ന രാജ്യവും. ഇസ്രായേലിൻ്റെ തെക്ക് കിടക്കുന്ന ഈജിപ്റ്റ്, അലക്സാണ്ടർ സാമ്രാജ്യം 4ആയിട്ട് കീറപ്പെട്ടു. തെക്ക് ഭാഗത്ത് ഈജിപ്റ്റും നോക്കുക, ഇസ്രായേലിൻ്റെ വടക്ക് ഭാഗത്ത് അവിടെ സിറിയയും നിൽക്കുകയാണ്. ഇനിയും ചരിത്രത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണ്, ചരിത്രത്തിലേക്ക് കിടക്കുകയാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മളിനി കാണാൻ പോകുന്നത് 5 തൊട്ട് 35 വരെയുള്ള വാക്യം 200 വർഷം ആശ്ചര്യമായി ഹിസ്റ്ററിയിൽ നടന്ന ചരിത്രമാണ്. വാസ്തവത്തിൽ ഈ ഭാഗം ധ്യാനിക്കാനിരുന്നിട്ട് അവിടെ ഞാൻ എഴുതിയിട്ടില്ല. കാരണം അത്ഭുതം തോന്നിപ്പോയി. അത്ഭുതമെന്ന് പറഞ്ഞാൽ ഹിസ്റ്ററിയിൽ വാസ്തവത്തിൽ ഒരു ചരിത്രത്തോട് താല്പര്യമുള്ളവർക്ക് നമ്മളെ അത്ഭുതം കൂറുമാറ് ചെറിയ കാര്യങ്ങൾ പോലും ചരിത്രത്തിൽ നടന്നത് ആശ്ചര്യമായെന്ന് പറഞ്ഞാൽ ലിറ്ററലി 200 വർഷത്തിൻ്റെ ഹിസ്റ്ററി, അതായത് ഈജിപ്തിൻ്റെ ഹിസ്റ്ററി, സിറിയയുടെ ഹിസ്റ്ററി, ഇസ്രായേലിൻ്റെ ഹിസ്റ്ററി, ഈ 3 പ്രതലത്തിൻ്റെ ഹിസ്റ്ററി, 200 വർഷത്തിൻ്റെ ഹിസ്റ്ററി 5 തൊട്ട് 35 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല, ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന വായിച്ചാൽ നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, സോപ്പ് ഓപ്പറ സീൻസ് എന്ന് പറയുന്ന പോലെ, ടി വിയിലും മറ്റും ഹോളിവുഡ് സിനിമയിലും മറ്റും കാണുന്ന പോലെയുള്ള കഥകളുടെ ആധാരമാക്കിയ വലിയ കാര്യങ്ങളാണ്. പല പെൺകുട്ടികളെയും ഫേവറിന് വേണ്ടി രാജാക്കന്മാരോട് പെൺകുട്ടികളെ ശത്രു രാജ്യത്തിന് വേണ്ടി വിവാഹം നിശ്ചയിച്ച് കൊടുക്കുന്നു, അവരെ കരസ്ഥമാക്കുവാൻ അല്ലെങ്കിൽ ഫേവർ ചെയ്യാൻ വേണ്ടി. മാത്രമല്ല, ഒരു സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിക്ക് വേണ്ടി സ്വന്തം ഭാര്യയെ ഉപേക്ഷിക്കുകയും അവളെ വിവാഹം കഴിക്കുകയും അതിൻ്റെ ശേഷം ആദ്യത്തെ ഭാര്യ ഈ രണ്ടാമത് വിവാഹം കഴിച്ച ചെറുപ്പക്കാരത്തെ കൊല്ലുകയും കൊന്ന ശേഷം ഈ ആദ്യത്തെ ഭാര്യയെ ഈ രാജാവ് വീണ്ടും തിരിച്ചെടുത്തപ്പോൾ അവനെ വിഷം കൊടുത്തു കൊല്ലുകയും എന്ന് പറഞ്ഞാൽ ശരിക്ക് സോപ്പ് ഓപ്പറ സ്റ്റോറീസ് എന്ന് പറയുന്ന പോലെയുള്ള സ്റ്റോറീസാണ് 5 തൊട്ട് 35 വരെയുള്ള വാക്യം. അത് ഈജിപ്റ്റ്, സിറിയ, നമ്മൾ കേൾക്കുന്ന ക്ലിയോപാട്ര മുതലായ ആ രാജ്ഞിമാരുടെയൊക്കെ കഥകളാണ് ഈ 5 തൊട്ട് 35 വരെ പറഞ്ഞിരിക്കുന്നത്. ഇത് വായിച്ചു നോക്കിയിട്ട് ഈ ചരിത്ര ഗ്രന്ഥം കൂടെ നമ്മൾ എടുത്തു വെച്ചാൽ വാസ്തവത്തിൽ ക്രിട്ടിക്സ് പറയുന്ന ഒരു കാര്യമുണ്ട്. ക്രിട്ടിക്സ് എന്ന് പറഞ്ഞാൽ അമിത കൃത്യപ്പുകാർ, വേദവസ്തുവത്തെ ചോദ്യം ചെയ്യാനിരിക്കുന്ന ഒരു കൂട്ടം ആളുകളുണ്ട്. അവർ പറയും ചരിത്രമെല്ലാം നടന്നിട്ട് ഇത് എഴുതിയാന്ന് പറയും. അതാണ് ദാനിയേലിന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ ഏറ്റവും അധികം ഉന്നയിച്ചിരിക്കുന്ന വാദം. ഈ ചരിത്രങ്ങളൊക്കെ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞിട്ട് എഴുതിയതാണെന്ന് പറയും. കാരണം അങ്ങനെ ഇത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും വേറെ ആർക്കും എഴുതാനൊക്കെയല്ല. അതുപോലെയുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ വായിക്കാൻ പോകുന്നത്. നമുക്കിനിയും ഒന്ന് നോക്കാം. ആദ്യത്തെ കഥ 5 തൊട്ട് 6 വരെയുള്ള 5-ഉം 6-ഉം വാക്യത്തിൽ നമ്മൾ കാണുന്നു. ആ കഥ നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ രസകരമായ പഠനത്തിലേക്ക് നമുക്കൊന്ന് കിടക്കാം. 11-ാം അധ്യായത്തിൻ്റെ 5-ഉം 6-ഉം വാക്യം നമ്മൾ ഓർത്തു. തെക്കേ ദേശം ഈജിപ്റ്റാണ്, വടക്കേ ദേശം സിറിയയാണ്. നമുക്കിനി ആ 5-ഉം 6-ഉം വാക്യം നോക്കാം. എന്നാൽ തെക്കേ ദേശത്തിലെ രാജാവ് പ്രാബല്യം പ്രാപിച്ചു. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായി തീരും. കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിപ്പിക്കും. തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. എങ്കിലും അത് നിൽക്കുകയില്ല. അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയില്ല. അവളും കൊണ്ടു ചെന്നവരും അവളുടെ ജാനകനും അവളെ തുണച്ചവനും ഭീതി വിഷയങ്ങളായി തീരും. ഞാൻ ഓർപ്പിച്ചു, മലയാളത്തിൽ വായിക്കുമ്പോൾ സാഹിത്യം എന്നൊക്കെയാണ് കാണുന്നത്. എന്താണെന്ന് ഒരു പിടിയും കിട്ടിയാൽ ഇംഗ്ലീഷ് ബൈബിളിൽ ഞാനൊന്ന് വായിക്കാം. ഓൾസോ ദ കിങ് ഓഫ് ദ സൗത്ത് എന്ന് പറയുന്നത് നമ്മൾ ഓർത്തു ഈജിപ്റ്റ്. ഓൾസോ ദ കിങ് ഓഫ് ദ സൗത്ത് ഷാൽ ബിക്കം സ്ട്രോങ് ആസ് വെൽ ആസ് വൺ ഓഫ് ഹിസ് പ്രിൻസസ് and he shall gain power over him and have dominion. His dominion shall be a great dominion. And at the end of some years they shall join forces, for the daughter of the king of south shall go to the king of the north to make an agreement, but she shall not retain the power of her authority, and neither he nor his authority shall stand, but she shall be given up with those who brought her, and with him who begot her, and with him who strengtheneth her in those times.
നമുക്ക് ലളിതമായിട്ട് ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ആ കാലയളവിൽ 2 രാജ്യങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ടായിരുന്നെങ്കിൽ പരസ്പര വൈരാഗ്യത്തിൽ മുന്നോട്ട് പോവുകയാണ്. നമുക്ക് ഇവരെ ഒന്നിപ്പിക്കുവാനായിട്ടും സ്നേഹത്തിൽ മുന്നോട്ട് പോകുവാനായിട്ടും പഴയ കാലത്ത് ചെയ്തിരുന്നൊരു കാര്യമാണ്, രാജാവ് അവൻ്റെ മകളെ ശത്രു രാജ്യത്തിൻ്റെ രാജാവിന് ഭാര്യയായിട്ട് കൊടുക്കാറുണ്ട്. അങ്ങനെ ഭാര്യയായിട്ട് കൊടുക്കുമ്പോൾ അവർ തമ്മിൽ ബന്ധുക്കളായി മാറുകയും അവരൊരു എഗ്രിമെൻറ്റിലേക്ക് കടന്നു വരികയും അവർ പിന്നീട് യുദ്ധം ചെയ്യാതെ അവർ സന്തോഷത്തോടെ ജീവിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യും. ഈ ഡൗറിയായിട്ടൊക്കെ അവർ പിടിച്ചെടുത്തിരിക്കുന്ന സ്ഥലങ്ങളും മറ്റും അങ്ങനെ കൊടുക്കാറുണ്ട്. പഴയകാല ചരിത്രം പഠിച്ചാൽ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. രാജാക്കന്മാർ ആശ്ചര്യമായി അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഈ തെക്കേ ദേശവും വടക്കേ ദേശവും ഈജിപ്തും സിറിയയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. അനേക നാളുകൾ വഴക്കായിരുന്നു. ദൈവം എന്തിനാണ് ഇത് വെളിപ്പെടുത്തിയെന്ന് ചോദിച്ചാൽ, ഈ 2 രാജ്യങ്ങളുടെ മധ്യത്തിൽ കിടക്കുന്ന ഭൂപ്രദേശമാണ് ഇസ്രയേൽ. 200 വർഷക്കാലം ഇസ്രയേൽ ഇവർ തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലമായി അവരനുഭവിച്ച കഷ്ടങ്ങൾ, നിന്റെ ജനത്തിന് വരുന്ന ദുരിതം എന്തെന്നുള്ളത് ദാനിയേലിന് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. ഇവിടെ ആ ചരിത്രം നമുക്ക് ഒന്ന് ശ്രദ്ധിക്കാം. മാത്രമല്ല അവസാനം അന്തിക്രിസ്തുവിൻ്റെ എഴുന്നേൽപ്പിനുള്ള ബന്ധത്തിലും നമുക്ക് ചില പാഠങ്ങൾ ഇതുള്ള ബന്ധത്തിലൂടെ കിട്ടാൻ പോവുകയാണ്. ഇങ്ങനെ ഈ ഈജിപ്തും സിറിയയും തമ്മിലുള്ള കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള വഴക്കുകൾ അവസാനിപ്പിക്കുവാൻ നമ്മളിവിടെ വായിക്കുന്നു. 3rd king of Syria, സിറിയയുടെ 3ാമത്തെ രാജാവ്, അവൻ്റെ പേര് അന്ത്യോക്യസ് തിയോസ്. അന്ത്യോക്യസ് എന്ന് പേരുള്ള പല രാജാക്കന്മാർ സിറിയയെ ഭരിച്ചിട്ടുണ്ട്. അന്ത്യോക്യസ് എഫിഫാനസ് ഉണ്ട്, ഇത് അന്ത്യോക്യസ് തിയോസ് ആണ്, അന്ത്യോക്യസ് ദ ഗ്രേറ്റ് ഉണ്ട്. ഇങ്ങനെ അന്ത്യോക്യസ്മാർ തന്നെ പലരുണ്ട്. ഇത് 3ാമത്തെ രാജാവാണ്, സിറിയയുടെ 3ാമത്തെ രാജാവ്. ഈ രാജാവിനെ അന്ത്യോക്യസ് തിയോസ് എന്ന് പറയാൻ കാരണം അന്ത്യോക്യസ് ദ ഗോഡ് എന്ന, തിയോസ് എന്ന് പറഞ്ഞാൽ ഗോഡ് എന്ന, അന്ത്യോക്യസ് ദ ഗോഡ്. അവൻ തന്നെത്താനങ്ങ് ദൈവമാക്കി എന്ന് പറഞ്ഞാൽ അവൻ്റെ അഹങ്കാരത്തിൻ്റെ കൂടുതലാണ്. അവന് വലിയവനാണ്, അവൻ ധനികനാണ്, വലിയ പ്രശ്നമാണ്. ഇവനാണ് ഈജിപ്തിൽ നിന്ന്, ഈജിപ്തിൻ്റെ രാജാവ് ഈ അന്ത്യോക്യസ് തിയോസിനോട് സമാധാനം ഉണ്ടാക്കുവാനായിട്ട് ഈ രാജാവ്, ഈജിപ്തിൻ്റെ രാജാവ് ടോളമി ഫിലഡൽഫോസ്, ഈജിപ്തിൻ്റെ രാജാവിൻ്റെ പേരാണ് ടോളമി ഫിലഡൽഫോസ്. അദ്ദേഹത്തിൻ്റെ മകളെ ബെനീറസിനെ സിറിയയുടെ രാജാവായ അന്ത്യോക്യസ് തിയോസിന് കൊടുക്കുകയാണ്, ഭാര്യയായിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ തന്നെ അന്ത്യോക്യസ് തിയോസ് വിവാഹിതനാണ്, അവന് മക്കളുണ്ട് ആ വിവാഹത്തിൽ. ആ ഭാര്യയുടെ പേര് ലെവോഡീഷ് എന്നാണ്. ലെവോഡീഷിനെ ഉപേക്ഷിച്ചിട്ട് ഈ ഈജിപ്തിൽ നിന്ന് കൊടുത്ത ബെനീറസിനെ ഭാര്യയായിട്ട് അവൻ എടുത്തു. പക്ഷെങ്കിൽ ഈ ആദ്യത്തെ ഭാര്യ ലെവോഡീസ് അത് സമ്മതിച്ചില്ലേ. അവൾ എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, അവൾ ഈ ബെനീറസിനെയും ബെനീറസിൻ്റെ കൂടെ വന്ന തോഴിമാരെയും സകലരെയും അവൾ കൊന്നുകളഞ്ഞപ്പോൾ വീണ്ടും ഈ അന്ത്യോക്യസ് തിയോസ് തൻ്റെ ആദ്യത്തെ ഭാര്യയെ വീണ്ടും ഭാര്യയായിട്ട് സ്വീകരിച്ചപ്പോൾ അവൾ എന്ത് ചെയ്തെന്നറിയാമോ? അവൾ സ്വന്തം ഭർത്താവിന് വിഷം കൊടുത്ത് അവനെ കൊന്നിട്ട് തൻ്റെ മകൻ സെലൂക്കസ് നിക്കോട്ടറെ സിംഹാസനത്തിൽ ഇരുത്തി രാജാവാക്കി തീർത്തു. ഇനിയും ഇത്രയും ചരിത്രം മനസ്സിൽ വെച്ചിട്ട് 5-6 വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. ഇതാണ് അതിൻ്റെ സംഭവം. 5-6 വാക്യം. ഓൾസോ ദ കിങ് ഓഫ് ദ സൗത്ത് ഷാൽ ബിക്കം സ്ട്രോങ്. തെക്കേ ദേശത്തിലെ രാജാവ്, ഈജിപ്തിലെ രാജാവ് പ്രാബല്യം പ്രാപിച്ചു. അവൻ്റെ പ്രഭുക്കന്മാരിൽ ഒരുത്തൻ, ഇംഗ്ലീഷിൽ വായിച്ചാൽ പ്രിൻസസ് ഒരുവൻ, കമാൻഡർ ഒരുവൻ, അവനേക്കാൾ പ്രബലനായി വാഴും. അവൻ്റെ ആധിപത്യം മഹാധിപത്യമായി തരും. കുറേ കാലം കഴിഞ്ഞിട്ട് അവർ തമ്മിൽ ഏകോപിപ്പിക്കും, അവർ തമ്മിൽ ഒന്നായിത്തീരും. എങ്ങനെ ഒന്നായിത്തീരും? തെക്കേ ദേശത്തിലെ രാജാവ് നമ്മൾ ഓർത്തു, ഈജിപ്തിൻ്റെ രാജാവ് ടോളമി ഫിലഡൽഫോസ് എന്ത് ചെയ്തു? രാജാവിൻ്റെ മകൾ വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും. ഉടമ്പടി നമ്മൾ ഓർത്തതുപോലെ ആ കാലയളവിലുള്ള ഒരു പ്രത്യേക രീതിയായിരുന്നു. ഇങ്ങനെ മകളെ കൊടുത്ത് യുദ്ധങ്ങൾ അവസാനിപ്പിക്കുക. എങ്കിലും അത് നിലനിൽക്കുകയില്ല, അവനും അവൻ്റെ സാഹിത്യവും നിലനിൽക്കുകയില്ല. ഇംഗ്ലീഷ് അത് വായിച്ചാൽ അങ്ങനെയല്ലേ, ബട്ട് ഷീ ഷാൽ നോട്ട് റീറ്റെയിൻ ദ പവർ ഓഫ് ഹെർ അതോറിറ്റി, നീദർ ഹീ നോർ ഹിസ് അതോറിറ്റി ഷാൽ സ്റ്റാൻഡ്, ബട്ട് ഷീ ഷാൽ ബി ഗിവൺ അപ്പ് വിത്ത് ദോസ് ഹു ബ്രോട്ട് ഹെർ. അവളും അവളോടുകൂടെ കൊണ്ടുവരപ്പെട്ടവരും എല്ലാം കൊല്ലപ്പെടും. അന്ത്യോക്യസ് തിയോസിൻ്റെ
സിറിയയുടെ രാജാവിൻ്റെ ആദ്യത്തെ ഭാര്യ, ഉപേക്ഷിക്കപ്പെട്ട ഭാര്യ, ഇവരെ എല്ലാം കൊന്നുകളഞ്ഞു. നിലനിൽക്കില്ല, അവരെല്ലാം കൊന്നുകളഞ്ഞു. നോക്കുക, അവിടെ നമ്മൾ വായിക്കുന്നു, രാജാവിൻ്റെ അടുക്കൽ ഉടമ്പടി ചെയ്യുവാൻ വരും, എങ്കിലും അത് നിലനിൽക്കുകയില്ല. അവനും അവൻ്റെ സാഹിത്യം കൊണ്ടുവന്നവരും അവളുടെ ജാനകനും അവളെ തുണച്ചവരും ഭീതി വിഷയങ്ങളായി തീരും. ഇതാണ് 5-6 വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന ചരിത്രം. ഇനി നമുക്ക് 7-ാം വാക്യത്തിലേക്ക് കടന്നു വരാം. ആ കുടുംബത്തിൽ നിന്ന്, അതായത് മരിച്ചുപോയ ബെനീറസിൻ്റെ കുടുംബത്തിൽ നിന്ന് മറ്റൊരു സംഭവം നടക്കും. 7-ാം വാക്യം, എന്നാൽ അവന് പകരം അവളുടെ വേരിൽ നിന്ന് മുളച്ച തൈയായ ഒരുവൻ എഴുന്നേൽക്കും. അവൻ ബലം പ്രാപിച്ച് വടക്കേ ദേശത്തിലെ രാജാവിൻ്റെ കോട്ടയിൽ കടന്ന് അവരുടെ നേരെ പ്രവർത്തിച്ച് ജയിക്കും. വളരെ വ്യക്തമായിട്ട് ഇവിടെ വായിക്കുന്നു. എന്താ പറയുന്നത്? അവളുടെ വേരുകളിൽ നിന്ന് മുളച്ച തൈയായ ഒരുവൻ, അതായത് ബെനീറസിനെയാണ് കൊന്നുകളഞ്ഞത്. ഈജിപ്തിലെ രാജാവ് ടോളമി ഫിലഡനോസ് തൻ്റെ മകളായ ബെനീറസിനെ സിറിയയിലെ രാജാവിന് കൊടുത്തതാണ്. അവളെ കൊന്നുകളഞ്ഞു. ആ വൈരാഗ്യം വെച്ചുകൊണ്ട് അവളുടെ വേരുകളിൽ നിന്ന് ഒരുവൻ എഴുന്നേറ്റു. അവളുടെ സഹോദരൻ എഴുന്നേറ്റു. ടോളമി യുറിഗറ്റസ് അവളുടെ സഹോദരൻ എഴുന്നേറ്റു. അവൻ എഴുന്നേറ്റിട്ട് അവൻ്റെ സഹോദരിയെ കൊന്നതിൻ്റെ ആ വൈരാഗ്യം തീർക്കുവാനായിട്ട് അവൻ ഈ ലവോഡീഷ്യയും അതുപോലെ അവിടെ ഭരണം ഏറ്റിരുന്നവരെയൊക്കെ അവൻ പോയി കൊന്നുകളഞ്ഞു. അതാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവൻ കോട്ടയ്ക്കകത്ത് കടന്ന് അവൻ പ്രവർത്തിച്ച് ജയിക്കും. ബെനീറസിൻ്റെ വേരുകളിൽ നിന്ന് മുളച്ച സ്വന്തം സഹോദരൻ സിറിയക്കെതിരായിട്ട് കടന്നുപോയി അവിടെ കൊന്നുകളയുന്നതായിട്ട് വായിക്കുകയാണ്. എന്നാൽ ഇവിടെ നമ്മൾ ഓർക്കണം, ചരിത്രം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 200 വർഷത്തിൻ്റെ ചരിത്രം. 200 വർഷത്തിൻ്റെ ചരിത്രത്തിൽ ബാറ്റിൽ ഫീൽഡ് എന്ന് പറയുന്നത് ഇസ്രയേലിൻ്റെ മണ്ണാണ്. ഇവിടെ കഷ്ടങ്ങൾ അനുഭവിക്കുന്നത് ഇസ്രയേലിൻ്റെ ജനങ്ങളാണ്, ദാനിയേലിൻ്റെ ആ ജനങ്ങളാണ്. ഇനി നമുക്കതിൻ്റെ താഴോട്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്കതിൻ്റെ 8-ാം വാക്യം കൂടെ അതിനോടുള്ള ബന്ധത്തിലാണ്. അവരുടെ ദേവന്മാരെയും ബിംബങ്ങളെയും വെള്ളിയും പൊന്നും കൊണ്ടുള്ള മനോഹര വസ്തുക്കളെയും അവനെടുത്ത് മിസ്രയീമിലേക്ക് കൊണ്ടുവരും. ഈ സഹോദരൻ സിറിയയെ തോൽപ്പിച്ച് അവിടെ നിന്ന് ഒരുപാട് കൊള്ള കണ്ടെടുത്തു. അവൻ ഈജിപ്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അവൻ കുറേ സംവത്സരം വടക്കേ ദേശത്തിലെ രാജാവിനോട് പൊരുതാതിരിക്കും. എന്ന് പറഞ്ഞാൽ യുദ്ധം അവസാനിച്ചു, പരാജയപ്പെടുത്തി. അവൻ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ രാജ്യത്തിൽ ചെന്ന് സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരും. ഇനി നമുക്ക് 10 തൊട്ട് 19 വരെയുള്ള വാക്യം വായിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു പഠനമാണ്. 10 തൊട്ട് 19 വരെയുള്ള ഭാഗം. 10 തൊട്ട് 19 വരെയുള്ള വാക്യം എന്താണെന്ന് ചോദിച്ചാൽ, അന്ത്യോക്കസ് എഫിഫാനസ് എന്ന് നമ്മൾ സാധാരണ പറയുന്ന അന്ത്യോക്കസ് എഫിഫാനസിൻ്റെ അപ്പൻ അന്ത്യോക്കസ് ദ ഗ്രേറ്റ്, വലിയവനായ അന്ത്യോക്കസ് സിറിയയിലെ ഭരണമേറ്റെടുത്തിട്ട് അവൻ വീണ്ടും ഈജിപ്തിനെതിരായിട്ട് യുദ്ധം ആരംഭിക്കുന്ന കാര്യമാണ്. അതാണ് 10 തൊട്ട് താഴോട്ട് വായിക്കുന്ന ചരിത്രം. ഞാൻ പറഞ്ഞു, ചരിത്രത്തിൽ താല്പര്യമുള്ളവർക്ക് ഇത് ഗ്രഹിക്കാനും മനസ്സിലാക്കാനായിട്ട് എളുപ്പമുള്ളൂ, അല്ലെങ്കിൽ വളരെ മുഷിപ്പ് തോന്നും. എന്നാൽ ചരിത്രത്തെയും മുമ്പ് കൂട്ടി പറഞ്ഞിരിക്കുന്ന വചനത്തെയും കൂടെ ഒന്നിച്ചു വെച്ച് നമ്മളൊന്ന് ഏകീഭവിപ്പിക്കുമ്പോൾ നമ്മുടെ കണ്ണുകളെ അത്ഭുതപ്പെടുത്തും, ഹൃദയത്തെ അത്ഭുതപ്പെടുത്തും. നമുക്ക് ആ 10 തൊട്ടുള്ള വാക്യം നോക്കിയാൽ വായിക്കാം, സാവകാശം വായിച്ചു നോക്കാം. അവൻ്റെ പുത്രന്മാരോ വീണ്ടും യുദ്ധം ആരംഭിക്കുകയും ബഹുപുരുഷാരം അടങ്ങിയ മഹാസൈന്യങ്ങളും ശേഖരിക്കുകയും ചെയ്യും. അത് വന്ന് കവിഞ്ഞു കടന്നു പോകും. പിന്നെ അവൻ മടങ്ങിച്ചെന്ന് അവൻ്റെ കോട്ട വരെ യുദ്ധം നടത്തും. അപ്പോൾ തെക്കേ ദേശത്തിലെ രാജാവ് ദേഷ്യം കൊണ്ട് പുറപ്പെട്ട് വടക്കേ ദേശത്തിലെ രാജാവിനോട് യുദ്ധം ചെയ്യും. അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തും. ഇവിടെ ഒരു പ്രാവശ്യമല്ല, ഒന്നിലധികം പ്രാവശ്യം വീണ്ടും സിറിയ ഈജിപ്തിനോട് യുദ്ധം നടത്തുന്നു. ആദ്യത്തെ യുദ്ധത്തിലും പരാജയപ്പെടുന്നു, അല്ലെങ്കിൽ മടങ്ങിപ്പോകേണ്ടി വന്നു. അവൻ വീണ്ടും വരുമ്പോൾ 11-ാം വാക്യത്തിൽ വായിക്കുന്നു, അവൻ വലിയൊരു സമൂഹത്തെ അണിനിരത്തിക്കൊണ്ടുവരികയാണ്. എന്നാൽ ആ സമൂഹം മറ്റവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. ആ ജനസമൂഹം മുടിഞ്ഞു പോകും. നോക്കുക, വലിയ ഒരു സൈന്യവുമായിട്ട് കടന്നു വരുന്നു. ഞാനത് ഇങ്ങനെ വായിച്ചു മനസ്സിലാക്കി. അതായത് 73,000 ആളുകളും 5,000 കുതിരപ്പട്ടാളവും 73 ആനകളെയും കൊണ്ട് അന്ത്യോക്കസ് സിറിയ ഈജിപ്തിനെ വീണ്ടും ആക്രമിക്കുകയാണ്. ഈ 73 ആനകൾ ഇസ്രയേലിൽ കൂടെ നടന്നങ്ങോട്ട് പോകുമ്പോൾ പോയിടം മുഴുവൻ ചവിട്ടി നിരപ്പാക്കിക്കൊണ്ട് 5,000 കുതിരപ്പട്ടാളവും
73,000 ആളുകളും പടയാളികളും അങ്ങോട്ട് യുദ്ധമാണ്. യുദ്ധത്തിൻ്റെ മണ്ണെന്ന് പറഞ്ഞാൽ ഇസ്രയേലിൻ്റെ മണ്ണാണ്. ഈജിപ്തും സിറിയയും തമ്മിൽ ഈ യുദ്ധം വീണ്ടും ആരംഭിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ യുദ്ധത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ ചില പ്രത്യേകതകൾ ഇവിടെ കാണാം. അതിൻ്റെ 14-ാം വാക്യം നോക്കാം. ആ കാലത്ത് പലരും തെക്കേ ദേശത്തിലെ രാജാവിനെ നേരെ എഴുന്നേൽക്കും. എന്തുകൊണ്ടാണ് അത് രേഖപ്പെടുത്തിയത്? ഈ യുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ പലരും എഴുന്നേൽക്കും. മെനി വിൽ റൈസ് അപ്പ് എഗെയിൻസ്റ്റ് ദ കിങ് ഓഫ് സൗത്ത്. ഈജിപ്തിനെതിരായിട്ട് പലരും എഴുന്നേൽക്കും. ഞാൻ ചരിത്രത്തിൽ ഇങ്ങനെ വായിക്കാൻ കഴിയുന്നു, ചരിത്രം പഠിപ്പിക്കുന്നു. ഈ യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ തെക്കേ ദേശത്തിലെ അതായത് ഈജിപ്തിലെ രാജാവിനെ പരാജയപ്പെടുത്തുവാൻ ആ രാജ്യത്തിൽ നിന്ന് പല റിബൽസും എഴുന്നേറ്റു. റിബൽസ് എഴുന്നേറ്റെന്ന് മാത്രമല്ലേ, അവിടെ 14-ാം വാക്യത്തിൽ നമ്മൾ വീണ്ടും നോക്കിയാൽ റോബേഴ്സ് എന്ന് പറയുന്നുണ്ട്, അക്രമികൾ. നിന്റെ ജനത്തിലുള്ള അക്രമികൾ ദർശനത്തെ നിവർത്തിപ്പാൻ തക്കവണ്ണം മത്സരിക്കും. നോക്കാം, ഇവിടെ 2 കൂട്ടരെ പറയുന്നുണ്ട്. ആരൊക്കെയാന്ന് നോക്കിയാട്ടെ. പലരും എഴുന്നേൽക്കും. ഇംഗ്ലീഷിൽ വായിച്ചാൽ 14-ാം വാക്യം ഞാൻ ഇംഗ്ലീഷൊന്ന് വായിക്കാം. ഇംഗ്ലീഷിലത് നൗ ഇൻ ദോസ് ടൈംസ് മെനി ഷാൽ റൈസ് അപ്പ് അഗെയിൻസ്റ്റ് ദ കിങ് ഓഫ് ദ സൗത്ത് ഓൾസോ വയലന്റ് മെൻ. വയലന്റ് മെൻ എന്ന് അതിൻ്റെ ട്രാൻസ്ലേഷൻ അതിൻ്റെ വശത്ത് മാർജിനിൽ കൊടുത്തിട്ടുണ്ട്. റോബേഴ്സ്, violent men of your people shall exalt themselves in fulfillment of the vision, but they shall fall. അതായത് സിറിയയും ഈജിപ്തുമായിട്ട് യുദ്ധം നടന്നപ്പോൾ സിറിയയെ സഹായിക്കാൻ വേണ്ടി നിന്റെ ജനത്തിലുള്ള പല വയലന്റ് മെന്നും, അത് അതിൻ്റെ വശത്ത് കൊടുത്തിരിക്കുന്ന റോബേഴ്സ്, ഇസ്രയേലിലുള്ള പലരും എഴുന്നേൽക്കും. അതുപോലെ തന്നെ ഈജിപ്തിൽ നിന്ന് പല റിബൽസും എഴുന്നേൽക്കും. അനേകർ എഴുന്നേറ്റ് ഈ ഈജിപ്തിലെ രാജാവിനെതിരായിട്ട് യുദ്ധം നടത്തും. പക്ഷെങ്കിൽ അവിടെ വായിക്കുന്നു, ഇവരെല്ലാം നശിച്ചു പോകും. ഇവരെല്ലാം നശിച്ചു പോകും. ഈജിപ്തിലെ രാജാവ് പ്രബലപ്പെട്ട് അവരെ പരാജയപ്പെടുത്തുന്ന ചിത്രമാണ്. അതിന് 13-ാം വാക്യം നോക്കിയാട്ടെ. 13-ാം വാക്യത്തിലെ 13-ാം വാക്യം 15-ാം വാക്യം നമുക്ക് നോക്കാം. ഫോർ ദ കിങ് ഓഫ് ദ നോർത്ത് വിൽ റിട്ടേൺ ആൻഡ് മസ്റ്റർ എ മൾട്ടിറ്റ്യൂഡ് ഗ്രേറ്റർ ദാൻ ദ ഫോമർ ആൻഡ് certainly come to the end some years with great army and much equipment. 13-ാം വാക്യം, വടക്കദേശത്തിലെ രാജാവ് മടങ്ങി വന്ന് മുമ്പിലത്തേതിനേക്കാൾ വലിയ ജനസമൂഹത്തെ അണിനിരത്തും. ചില സംവത്സരം കഴിഞ്ഞിട്ട് അവൻ വലിയൊരു സൈന്യത്തോടും വളരെ സമ്പത്തോടും കൂടെ പോരും. 15-ാം വാക്യം, എന്നാൽ വടക്കദേശത്തിലെ രാജാവ് വന്ന് വാടകോരി ഉറപ്പുള്ള പട്ടണങ്ങളെ പിടിക്കും. തെക്കേ പടക്കൂട്ടങ്ങളും അവൻ്റെ ശ്രേഷ്ഠ ജനവും ഉറച്ചു നിൽക്കുകയില്ല. ഉറച്ചു നിൽപ്പാൻ അവർക്ക് ശക്തി ഉണ്ടാകുകയില്ല. വളരെ വ്യക്തമായിട്ട് ഇവിടെ വായിക്കുന്നു, ഈ സൈന്യവുമായിട്ട് വരുമ്പോൾ വാടകോരി തെക്കേ ദേശത്തിലെ, അതായത് ഈജിപ്തിനെ തകർത്ത് കളയുന്ന ചിത്രമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. 16-ാം വാക്യം നോക്കിയാൽ അവൻ്റെ നേരെ വരുന്നവർ ഇഷ്ടം പോലെ പ്രവർത്തിക്കും. ആരും അവൻ്റെ മുമ്പിൽ നിൽക്കുകയില്ല. അവൻ മനോഹര ദേശത്ത് നിൽക്കും. അവൻ്റെ കയ്യിൽ സംഹാരമുണ്ടായിരിക്കും. നോക്കാം, ഇവിടെയും ആരാണ് കഷ്ടം അനുഭവിക്കുന്നത്? ഇസ്രയേലാണ് കഷ്ടം അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. വളരെ വ്യക്തമായിട്ട് വചനത്തിൽ അത് വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇവിടെ നമ്മൾ 17-ഉം 18-ഉം വാക്യത്തിൽ ശ്രദ്ധിക്കുമ്പോൾ മറ്റ് ചില കാര്യങ്ങൾ ചരിത്രത്തിൽ നടന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 17-ഉം 18-ഉം, അവൻ തൻ്റെ സർവ്വരാജ്യത്തിൻ്റെയും ശക്തിയോടെ കൂടെ വരുവാൻ താല്പര്യമുണ്ടാകും. എന്നാൽ അവനോടൊരു ഉടമ്പടി ചെയ്ത് അവന് നാശത്തിനായി തൻ്റെ മകളെ ഭാര്യയായിട്ട് കൊടുക്കും. എങ്കിലും അവൾ നിൽക്കുകയില്ല, അവനെ ഇരിക്കുകയുമില്ല. എന്താണ് ഈ പറയുന്നത്? അന്ത്യോക്യസ്, അതായത് സിറിയയും ഈജിപ്തും കൂടെ ഒന്നിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് സിറിയ ഭരിച്ചുകൊണ്ടിരിക്കുന്ന അന്ത്യോക്യസ് ഈജിപ്റ്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ടോളമി എഫിഫാനസുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കുവാനായിട്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഒരു കാപട്യം ഇവിടെ പ്രവർത്തിക്കുകയാണ്. ആ കാപട്യം എന്താണെന്ന് ചോദിച്ചാൽ തൻ്റെ മകളെ ഈജിപ്തിൻ്റെ രാജാവിന് കൊടുക്കുകയാണ്. കൊടുക്കുമ്പോൾ വാസ്തവത്തിൽ അവളോട് പറഞ്ഞിരുന്നു, നീ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഒരു സ്പൈ ആയിട്ട് വർക്ക് ചെയ്യണം. നീ ഭാര്യയായിട്ട് അഭിനയിച്ച് അവൻ്റെ ഭാര്യയെപ്പോലെ ഇരുന്നിട്ട് കൊട്ടാരത്തിൽ എന്നെ സഹായിപ്പാൻ ഒരു സ്പൈ ആയിരിക്കണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അവളെ കൊട്ടാരത്തിലേക്ക് പറഞ്ഞയക്കുകയാണ്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ചരിത്രം നമുക്കറിയാം എന്താ സംഭവിച്ചത്. ഈ മകളുടെ പേരാണ് ക്ലിയോപാട്ര. ചരിത്രത്തിൽ നമ്മൾ പഠിക്കുന്ന ക്ലിയോപാട്ര. അന്ത്യോക്യസ് സിറിയയും ഈജിപ്തും തമ്മിൽ ഒന്നിപ്പിക്കുവാനായിട്ട് ആഗ്രഹിച്ചപ്പോൾ ചരിത്രം നമ്മൾ നോക്കണം. അവളുടെ മകളെ, അന്ത്യോക്യസിൻ്റെ മകളെ ക്ലിയോപാട്രയെ
ഈജിപ്തിൻ്റെ രാജാവിന് കൊടുക്കുകയാണ്. ഈജിപ്തിൻ്റെ രാജാവിൻ്റെ പാലസിൽ മകളെ ഒരു സ്പൈ ആയിട്ട് നിർത്തുവാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ ചരിത്രം നമ്മൾ പഠിക്കുന്നുണ്ട്. ക്ലിയോപാട്രയെ സ്പൈ ആയിട്ട് കൊടുത്തെങ്കിലും ക്ലിയോപാട്രയ്ക്ക് ഈ ഈജിപ്ഷ്യൻ രാജാവുമായിട്ട് പ്രേമത്തിലായി, സ്നേഹത്തിലായി. അവളെ ഭാര്യയായിട്ട് കൊടുത്തപ്പോൾ അവൾ വാസ്തവത്തിൽ ഭാര്യയായിട്ട് തീരുകയും അവളുടെ ഡാഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നു പോവുകയും, എന്ന് പറഞ്ഞാൽ സ്പൈ ആയിട്ട് വർക്ക് ചെയ്യണമെന്നുള്ള കാര്യത്തിനൊന്നും അവൾ യാതൊരു പ്രാധാന്യതയും കൊടുക്കാതെ വന്നു. ഇതാണ് ക്ലിയോപാട്രയുടെ ചരിത്രം എന്നുള്ളത് നമുക്കറിയാം. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ നമ്മൾ താഴോട്ട് 17-18 വാക്യത്തിൽ, പിന്നെ അവൻ തീരപ്രദേശങ്ങളിലേക്ക് മുഖം തിരിച്ചു, പലതും പിടിക്കും. എന്നാൽ അവൻ കാണിച്ച നിന്നെ ഒരു അധിപതി നിർത്തലാക്കും. അത്രയുമല്ല, അവൻ്റെ നിന്ന അവൻ്റെ മേൽ തന്നെ വരും. ഇവന് ഈ കാപഠ്യം കാണിച്ചു കഴിഞ്ഞപ്പോൾ, അവന് രക്ഷപ്പെടുവാൻ കഴിയാതെ വന്നപ്പോൾ, ആ വൈരാഗ്യമെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അവൻ തീരപ്രദേശത്തേക്ക് തിരിഞ്ഞു എന്നാണ്. തീരപ്രദേശത്തേക്ക് തിരിഞ്ഞു. കോസ്റ്റ് ലാൻഡ്, ഗ്രീസിനുള്ള ബന്ധത്തിൽ ആ കോസ്റ്റ് ലാൻഡ് മുഴുവൻ, ഏഷ്യൻ കടലിടുക്കളുള്ള ആ പ്രദേശത്തേക്ക് അവൻ തിരിഞ്ഞെന്നും, എന്നാൽ അവിടെ വെച്ച് റോമൻ പടയാളികൾ അവനെ എതിർപ്പെട്ടു എന്നുള്ളതാണ് ചരിത്രം പറയുന്നത്. ചരിത്രത്തോടുള്ള ബന്ധത്തിൽ മുമ്പ് കൂട്ടി ഇവിടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ 19 വാക്യം നോക്കിയാൽ, പിന്നെ അവൻ സ്വദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും, എങ്കിലും അവൻ ഇടറി വീഴും, ഇല്ലാതെയാകും. നോക്കുക, ഇവൻ്റെ മുന്നോട്ടുള്ള പോക്ക് സാധിക്കാതെ വന്നപ്പോൾ അവൻ്റെ മകള് സഹായിച്ചില്ല, ഈജിപ്തിൻ്റെ സൈന്യത്തോട് നിലനിൽക്കുവാൻ കഴിഞ്ഞില്ല. അവൻ വൈരാഗ്യം കൊണ്ട് കോസ്റ്റൽ ലാൻഡിലോട്ട് തിരിഞ്ഞു. കോസ്റ്റൽ ലാൻഡിലോട്ട് യുദ്ധം ചെയ്തപ്പോൾ റോമൻ ആർമി അവിടെ നിന്ന് ഓടിച്ചപ്പോൾ അവൻ്റെ വൈരാഗ്യം അങ്ങോട്ട് മൂത്തിട്ട് 19 വാക്യത്തിൽ വായിക്കുന്നു, സ്വന്തം ദേശത്തിലേക്ക് തന്നെ അവൻ യുദ്ധം ചെയ്തു. അങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? സ്വന്തം ദേശത്തിലോട്ട്. ആ 19 വാക്യം നോക്കിയാട്ടെ, അവൻ സ്വന്തം ദേശത്തിലെ കോട്ടകളുടെ നേരെ മുഖം തിരിക്കും. അവൻ സ്വന്തം ദേശത്തിൽ ചെന്ന് പല സ്ഥലങ്ങളോട് യുദ്ധം ചെയ്യാനായിട്ട് തുടങ്ങി. അവൻ്റെ സ്വന്തം ദേശത്തോട് ചെയ്തപ്പോൾ അവരുടെ രാജ്യത്തിലുള്ളവർ തന്നെ അവൻ എതിരായിട്ട് എഴുന്നേറ്റു, അവനെ കൊന്നുകളഞ്ഞു. 19 വാക്യം, എങ്കിലും അവൻ ഇടറി വീഴും, ഇല്ലാതെ അവനെ കൊന്നുകളഞ്ഞു. ഇതാണ് അത്രത്തോളം ഉള്ള ചരിത്രം. ഈ ചരിത്രം കഴിഞ്ഞിട്ട് 20 വാക്യം, അവന് പകരം എഴുന്നേൽക്കുന്നവൻ തൻ്റെ രാജ്യത്തിൻ്റെ മനോഹര ഭാഗത്തുകൂടി ഒരു അപഹാരി അയക്കും, എങ്കിലും കുറേ ദിവസത്തിനകം അവൻ സംഹരിക്കപ്പെടും. ഇംഗ്ലീഷിലെ 20 വാക്യം ഒന്ന് വായിക്കാം. There shall arise in his place one who imposes tax on the glorious kingdom, but within a few days he shall be destroyed, but not in anger or in battle. 20 വാക്യത്തിൽ അന്ത്യോക്യസ് പരാജയപ്പെട്ട ശേഷം ചുങ്കങ്ങളെത്തുന്ന ഒരുവൻ, സെലൂക്കസ് എന്ന് പറയുന്ന ഒരു ഭരണകർത്താവ് വീണ്ടും സിറിയയിൽ എഴുന്നേറ്റു. സെലൂക്കസ്, അവൻ അല്പകാലം മാത്രമേ നിലനിൽക്കുകയുള്ളൂ എന്ന് വായിക്കുന്നു. അല്പകാലം എന്ന് പറയുന്നത് ചരിത്രം പറയുന്നു ഏകദേശം 12 വർഷത്തോളം അവൻ ഭരിച്ചെന്നാണ്. അവൻ അല്പകാലം കഴിഞ്ഞിട്ട് അവന് അവിടെ തകർന്നു പോന്നു. അവന് യെരുശലേം ദേവാലയത്തെ പ്ലണ്ടർ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരുപാട് വെള്ളിയും അതുപോലെ പൊന്നും മറ്റും അവൻ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതിൻ്റെ 21 അവൻ്റെ മരണത്തെക്കുറിച്ചും പറയുമ്പോൾ 21 വാക്യത്തിൽ വരുമ്പോൾ 21 വാക്യം തുടങ്ങി ദ ഇൻഫേമസ് അന്ത്യോക്കസ് എപ്പിഫാനസ്. നമ്മൾ 8-ാം അധ്യായത്തിലും പഠിച്ചു അന്ത്യോക്കസ് എപ്പിഫാനസിനെ കുറിച്ച്. അന്ത്യോക്കസ് എപ്പിഫാനസ് എഴുന്നേറ്റ് വരുന്നത് 21 വാക്യം തുടങ്ങിയാണ്. 21 വാക്യം തുടങ്ങി. 21 തൊട്ട് ഇനി നമ്മൾ പഠിക്കുന്നത് അദ്ദേഹത്തെക്കുറിച്ചാണ്. അവന് പകരം നിന്ദ്യനായ ഒരുത്തൻ, വചനത്തിൽ നോക്കിയേ, നിന്ദ്യനായ ഒരുത്തൻ എഴുന്നേൽക്കും. അതിൻ്റെ 21 വാക്യത്തിൽ ഉപായത്തോടെ രാജ്യം കൈവശപ്പെടുത്തും. 23 വാക്യം, അവൻ വഞ്ചന പ്രവർത്തിക്കും. അതായത് പിന്നീട് സിറിയയിൽ എഴുന്നേറ്റ വ്യക്തി ചരിത്രം പറയുന്നു അന്ത്യോക്കസ് എപ്പിഫാനസ് ആണ്. അവനെക്കുറിച്ച് 21 വാക്യത്തിലെ 23 വാക്യത്തിൽ രേഖപ്പെടുത്തി, നിന്ദ്യനായ ഒരുത്തൻ, ഉപായത്തോടെ പ്രവർത്തിക്കുന്ന ഒരുത്തൻ, വഞ്ചന പ്രവർത്തിക്കുന്ന ഒരുത്തൻ, വൈൽഡ് പേഴ്സൺ. ചാപ്റ്റർ 8-ാം അധ്യായത്തിലെ ചെറിയ കൊമ്പെന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. ചെറിയ കൊമ്പെന്ന് പറയുന്ന വ്യക്തിയാണ്. ഇസ്രായേൽ അനുഭവിച്ച ഏറ്റവും വലിയ കഷ്ടത അന്ത്യോക്യസ് എപ്പിഫാനസിൻ്റെ കൈക്കീഴിലാണ്. നമ്മൾ 8-ാം അധ്യായം പഠിച്ചപ്പോൾ
അത് പഠിക്കുകയുണ്ടായി. ഹി വാസ് ദ മോസ്റ്റ് വിക്കഡ് മാൻ എവർ ലിവ്ഡ്. അവൻ ജീവിച്ച വ്യക്തികളിൽ, ഈ രാജാക്കന്മാരിലൊക്കെ വെച്ച് ഏറ്റവും ദുഷ്ടനായ മനുഷ്യനായിരുന്നു ഈ വ്യക്തി, ഏറ്റവും ദുഷ്ടത പ്രവർത്തിച്ച വ്യക്തി, അന്ത്യോക്യസ് എപ്പിഫാനസ്. നമുക്ക് മക്കേബിയൻ റിവോൾട്ടിനെ കുറിച്ചൊക്കെ നമ്മൾ അന്ന് 8-ാം അധ്യായം എടുത്തപ്പോൾ പഠിക്കുകയുണ്ടായി. അതൊക്കെ ഈ കാലത്തിലാണ് സംഭവിക്കുന്നത്. എന്നാൽ അവിടെ അവന് രാജ്യത്വത്തിൻ്റെ പദവി കൊടുക്കുവാൻ ഉദ്ദേശിച്ചതല്ലേ, അവൻ തന്ത്രപൂർവമായി, അതായത് ഇതിനു മുമ്പ് വായിച്ച രാജാവ് മരിച്ചപ്പോൾ അവൻ്റെ പുത്രൻ അധികാരം ഏറ്റെടുക്കാതെ തന്ത്രപൂർവമായ പ്രവർത്തനത്തിലൂടെ അന്ത്യോക്യസ് എപ്പിഫാനസ് അവിടെ രാജ്യത്വം കൈവശപ്പെടുത്തി. അതുകൊണ്ടാണ് 21-ാം വാക്യത്തിൽ വായിക്കുന്നത്, അവർ രാജ്യത്വത്തിൻ്റെ പദവി കൊടുപ്പാൻ വിചാരിച്ചിരുന്നില്ലേ. ശരിയായിട്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് രാജാവാകുവാൻ ഇരുന്ന വ്യക്തിയല്ല. സിറിയ ഭരണകൂടം അവൻ്റെ കയ്യിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചതുമല്ല. എന്നാൽ അതിനു മുമ്പുള്ള രാജാവ് മരിച്ചു. ആ രാജാവിൻ്റെ മകൻ ഭരണമേൽക്കുന്നതിന് മുമ്പ് ഉപായേണ തന്ത്രപൂർവം, നമ്മളിവിടെ വായിക്കുന്ന പോലെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവൻ രാജാവായി മാറി. അതുകൊണ്ടാണ് അവിടെ വായിക്കുന്നത്, ഉപായത്തോടെ രാജ്യവശം കൈവശമാക്കും. ഇവിടെ വായിക്കുന്ന ചരിത്രം ആശ്ചര്യമായി അവിടെ സംഭവിക്കുകയുണ്ടായി. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ 24-ാം വാക്യം നോക്കിയാട്ടെ. അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. എന്നാൽ കുറേ കാലത്തേക്കേ ഉള്ളൂ. ആ വാക്യം നമ്മൾ അപഗ്രഥിച്ച് നോക്കിയാൽ ഈ അന്ത്യോക്യസ് എപ്പിഫാനസിനെ കുറിച്ച് നേരത്തെ തന്നെ നമ്മൾ പഠിച്ചു. ദ മാഡ് മാൻ, ഭ്രാന്തൻ എന്ന് വിളിക്കുന്നു. ഏറ്റവും രാജകീയ ഭരണത്തിലേക്ക് താൻ കടന്നു വന്നെങ്കിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ദ ലോവസ്റ്റ് പീപ്പിൾ, ഏറ്റവും താണ വ്യക്തികളുടെ അടുക്കൽ പോയി അവൻ കുളിക്കുമായിരുന്നു. പബ്ലിക് ബാത്തിലൊക്കെ പോയി കുളിക്കുമായിരുന്നെന്നും അതുപോലെ തന്നെ വഴിയെ പോകുന്നവരെ കളിയാക്കുകയും കല്ലെറിയുകയും ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് മാഡ് മാൻ എന്ന് പറയുന്ന എപ്പിഫാനസ് ദ മാഡ് മാൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ആ വിധത്തിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരുന്നു, ഒരു ഭ്രാന്തനെ പോലെ. അവന് രാജ്യത്വത്തിൻ്റെ പദവി അവർ കൊടുക്കുവാൻ ഉദ്ദേശിച്ചതല്ല, വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അതോടുള്ള ബന്ധത്തിൽ 22-ാം വാക്യത്തിൽ അവൻ ഈജിപ്തിനെ ആക്രമിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് വായിക്കുന്നത്. അവിടെയും താൻ വഞ്ചന പ്രവർത്തിക്കുന്നു. എങ്ങനെയാണ് വഞ്ചന പ്രവർത്തിക്കുന്നത്? താൻ രാജ്യത്വം ഏറ്റെടുത്തപ്പോൾ തൻ്റെ സഹോദരിയായ ക്ലിയോപാട്രയുടെ മകനാണ് ഈജിപ്തിൽ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവനോട് സ്നേഹം നടിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ അകത്ത് അല്പ സൈന്യവുമായിട്ട് അവൻ കടന്നു ചെന്നു. അപ്പോൾ ഈ കുറച്ച് സൈന്യം കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് യുദ്ധത്തിനാണെന്നൊന്നും ആരും കരുതിയില്ലേ. എന്നാൽ അവൻ അവിടെ ചെന്നിട്ട്, നമ്മളിവിടെ വായിക്കുന്ന നോക്കിയേ, ഉപായത്തോടെ അവിടെ ചെന്നിട്ട് 22-ാം വാക്യം, പ്രളയതുല്യമായ സൈന്യങ്ങളുടെ നിയമനത്തിൻ്റെ പ്രഭുവും കൂടെ അവൻ്റെ മുമ്പിൽ പ്രവഹിക്കപ്പെടും. 21-ാം വാക്യം, അവന് പകരം നിന്ദനായ ഒരുത്തൻ എഴുന്നേൽക്കും. അവന് രാജ്യത്തിൻ്റെ പദവി കൊടുക്കാൻ വിചാരിച്ചല്ല, എങ്കിലും അവൻ സമാധാനകാലത്ത് വന്ന് ഉപായത്തോടെ രാജ്യത്വം കൈവശപ്പെടുത്തും. 23-ാം വാക്യത്തിൽ 23, അവൻ പുറപ്പെട്ട അല്പം പടജനവുമായി വന്ന് ജയം പ്രാപിക്കും. ഈജിപ്തിന് നേരെ അല്പം പടജനവുമായിട്ട് അവൻ കടന്നിയതും, അവൻ്റെ സഹോദരിയുടെ മകൻ ഭരണം നടത്തുന്ന സ്ഥലത്ത് അല്പജനവുമായിട്ട് കടന്നു ചെന്ന് തന്ത്രപൂർവമായി പ്രവർത്തിച്ച് താൻ ഇവിടെ വായിക്കുന്നത് പോലെ വളരെ മനോഹരം ഫലഭൂയിഷ്ടമായ ദേശങ്ങളൊക്കെ അവൻ പിടിച്ചെടുത്തു. 24-ാം വാക്യം, അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനത്തിലെ പുഷ്ടിയേറിയ സ്ഥലങ്ങളിൽ വന്ന് തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്തത് ചെയ്യും. അവൻ ഈജിപ്തിൽ കടന്നിട്ട് പുഷ്ടിയേറിയ ഈജിപ്തിൻ്റെ മാംഫീസ് എന്ന് പറയുന്ന സ്ഥലങ്ങൾ, അലക്സാണ്ട്രിയ മുതലായ സ്ഥലങ്ങളൊക്കെ അവൻ പിടിച്ചെടുത്തു. ഇവിടെ ഇത് പറയുമ്പോൾ വീണ്ടും ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്, തൻ്റെ പിതാക്കന്മാരോ പിതാമഹന്മാരോ ഒരുത്തലും അത് ചെയ്തിട്ടില്ലേ. സിറിയയുടെ മുമ്പുള്ള ഒരു ചരിത്രത്തിലും ഈജിപ്തിൻ്റെ അകത്ത് കിടന്ന് ഫലഭൂയിഷ്ടമായ മെംഫീസോ അലക്സാണ്ട്രിയോ പിടിച്ചെടുത്തിട്ടില്ലേ. എന്നാൽ ഇവൻ തന്ത്രപൂർവമായി സമാധാനത്തിൻ്റെ ഭാവം നടിച്ചുകൊണ്ട് അകത്ത് കിടന്ന് ഈ അല്പജനവുമായി ഈജിപ്തിൻ്റെ പുഷ്ടിയേറിയ സ്ഥലങ്ങളെയൊക്കെ പിടിച്ചെടുത്തു. അത് അന്ന് വരെ ഈ സിറിയയുടെ ചരിത്രത്തിൽ നടന്നിട്ടില്ലേ. അതാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവൻ്റെ പിതാമഹന്മാരുടെ കാലത്തൊന്നും അത് സംഭവിച്ചിട്ടുള്ളതല്ല. ഇത് ചരിത്ര ഭാഗമാണ്. അതിൻ്റെ 27-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട്, ഈ രാജാക്കന്മാർ ഇരുവരും ദുഷ്ടത പ്രവർത്തിപ്പാൻ ഭാവിച്ചുകൊണ്ട് ഒരേ മേശയിൽ വെച്ച് ഭോഷ്ക് സംസാരിക്കും എന്ന് പറഞ്ഞാൽ ഒരു മേശയിൽ അവർ സംഭാഷണം നടത്തുകയാണ്. ആ വാക്യം നോക്കിയേ, 27-ാം വാക്യം, ഒരു മേശയിൽ അവർ സംഭാഷണം നടത്തുന്നു.
But both these kings' hearts shall be bent on evil, and they shall speak lies at the same table. ഒരേ മേശയിൽ ഇവർ തമ്മിൽ ഇരിക്കും, സംഭാഷണങ്ങൾ നടത്തും, വളരെ സ്നേഹം നടിക്കും. പക്ഷേ സ്നേഹം നടിക്കുമ്പോൾ അവരുടെ ഹൃദയം ഇവലിന് വേണ്ടി, ദുഷ്ടതയ്ക്ക് വേണ്ടി തിരിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും തന്ത്രം പ്രവർത്തിപ്പാൻ. പക്ഷേ മേശപ്പുറത്തിരുന്ന് സംസാരിക്കുകയാണ്. ഇവിടെ നോക്കുക, നമ്മൾ ഓർത്തതുപോലെ ഈ അന്ത്യോക്യസ് എപ്പിഫാനസ് ഈ വിധത്തിൽ കാപട്യം കാണിച്ച് ഈജിപ്തിൻ്റെ വളരെ ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ അവനത് പിടിച്ചെടുക്കും എന്നുള്ളത് നമ്മളിവിടെ വായിക്കുന്നു. അവൻ പിടിച്ചെടുക്കുക മാത്രമല്ല, യെരുശലേമിനെയും അവൻ പിടിച്ചെടുക്കും. 24-ാം വാക്യത്തിൻ്റെ ഉണ്ടല്ലോ, 24-ാം വാക്യത്തിൽ അവൻ സമാധാനകാലത്ത് തന്നെ സംസ്ഥാനിൽ പുഷ്ടിയേറിയ സ്ഥലങ്ങളും വന്ന് തൻ്റെ പിതാമഹന്മാരോ ഒരു നാളും ചെയ്യാത്ത ചെയ്യും. അവൻ കവർച്ചയും കൊള്ളയും സമ്പത്തും അവർക്ക് വിതറിക്കൊടുക്കും. അവൻ കോട്ടകളുടെ നേരെ ഉപായം പ്രയോഗിക്കും. കോട്ടകളുടെ നേരെ എന്ന് പറയുന്നത് അത് യെരുശലേമിനെ പിടിച്ചെടുക്കുന്നതാണെന്ന് പണ്ഡിതന്മാർ, ദൈവദാസന്മാർ അത് ചൂണ്ടിക്കാണിക്കുന്നു. പിടിച്ചെടുക്കും. അതിൻ്റെ 25 വാക്യത്തിൽ ഈജിപ്തിൻ്റെ ഫർദർ കോൺക്വസ്റ്റ് അവൻ ഇവിടെ വരയ്ക്കുകയാണ്. അവനൊരു മഹാസൈന്യത്തോടുകൂടെ തെക്കേ ദേശത്തിലെ രാജാവിൻ്റെ നേരെ തൻ്റെ ശക്തിയും ധൈര്യവും പ്രയോഗിക്കും. തെക്കേ ദേശത്തിലെ രാജാവ് ഏറ്റവും വലിയ ശക്തിയേറിയ സൈന്യത്തോടുകൂടെ യുദ്ധത്തിന് പുറപ്പെടും. എങ്കിലും അവർ അവൻ്റെ നേരെ ഉപായം പ്രയോഗിക്കൊണ്ട് അവൻ ഉറച്ചു നിൽക്കുകയില്ല. അവൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും. അവൻ്റെ സൈന്യം ഒഴുകിപ്പോകും. ഇവിടെ നോക്കിയേ, അവൻ്റെ അന്നം കൊണ്ട് ഉപജീവിക്കുന്ന തെക്കേ ദേശത്തിലെ രാജാവ്, ഇംഗ്ലീഷിൽ വായിച്ചാൽ അന്ത്യോക്കസ് ജയിക്കുവാനായിട്ടുള്ളൊരു കാരണമാണ് ദൈവാത്മാവ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ഈജിപ്തിൻ്റെ രാജാവിൻ്റെ അന്നം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവൻ അവനെ നശിപ്പിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ ചോറ് തിന്ന ഒരുത്തൻ ഈജിപ്ഷ്യൻ രാജാവിനെ ഒറ്റിക്കൊടുക്കും. ഒരു സ്പൈ ആയിട്ട് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നത് നോക്കിയേ, ചരിത്രം വളരെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. ഈ ആക്രമണത്തിൽ ഈജിപ്റ്റ് തോൽക്കുന്നത് സിറിയയുടെ വലിയ ശക്തിയെക്കാട്ടിൽ ഈ ഈജിപ്തിന് ശക്തിയുണ്ട്. പക്ഷെങ്കിൽ ഇവിടെ അവൻ്റെ അന്നം തിന്ന, അതായത് ഈജിപ്തിലെ രാജാവിൻ്റെ ഭക്ഷണം കഴിച്ച ഒരുത്തൻ, അവൻ്റെ കൊട്ടാരത്തിൽ ജോലി ചെയ്ത ഒരുത്തൻ തന്ത്രപൂർവമായി അവനെ ബിട്രേ ചെയ്ത് കൊടുത്തു, അവനെ ഒറ്റിക്കൊടുത്തപ്പോൾ ഈജിപ്തിൻ്റെ രാജാവ് തകർന്നു പോവുകയാണ്. 26-ാം വാക്യത്തിലെ those who eat of the portion of his delicacies shall destroy him, his army shall be swept away and many shall fall down slain. ഈജിപ്തിൻ്റെ രാജാവിൻ്റെ ഭക്ഷണം കഴിച്ചവൻ ഈജിപ്തിൻ്റെ രാജാവിനെ ബിട്രേ ചെയ്ത് കൊടുക്കുമ്പോൾ വലിയ സൈന്യം, ഈജിപ്തിൻ്റെ വലിയ സൈന്യം ഈ സിറിയയിലെ രാജാവിൻ്റെ നേരെ നിൽപ്പാനായിട്ട് കഴിയുന്നില്ലേ? നമ്മൾ നോക്കുക, അവനെ പരിചയപ്പെടുത്തിയപ്പോൾ തന്നെ 21-ാം വാക്യത്തിൽ നിന്ദ്യനായവൻ, ഉപായത്തോടെ പ്രവർത്തിക്കുന്നവൻ, 23-ാം വാക്യത്തിൽ വഞ്ചന പ്രവർത്തിക്കുന്നവൻ, അവൻ്റെ ഓരോ ചുവടും വഞ്ചന പ്രവർത്തിച്ചിങ്ങനെ അവൻ അധികാരം കൈവശപ്പെടുത്തുകയാണ്. അവൻ്റെ ശക്തിയെക്കാട്ടിലുപരി അവൻ തന്ത്രങ്ങൾ പ്രയോഗിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു 8-ാം അധ്യായത്തിൽ ഇത് അന്തിക്രിസ്തുവിൻ്റെ ഒരു നിഴലാണ്. അന്തിക്രിസ്തുവിന് രാജ്യത്വം കൊടുക്കുവാൻ ഭാവിച്ചതല്ല, എന്നാൽ അവൻ തന്ത്രപൂർവമായി രാജ്യങ്ങളെ കീഴ്പ്പെടുത്തുന്ന ചിത്രമാണ് കാണുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, ചെറിയ കൊമ്പ് സംസാരിക്കുന്ന വലിയ വാക്കുള്ള ശബ്ദ നിമിത്തം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു എന്ന് ദാനിയേൽ പറയുന്നു. എന്ന് പറഞ്ഞാൽ അവൻ്റെ വാക്ധോരണി, അവൻ്റെ കാപട്യത്തിൻ്റെ വാക്കുകൾ, അവൻ്റെ ജ്ഞാനത്തിൻ്റെ വൈഭവങ്ങൾ മനുഷ്യനെ കബളിപ്പിക്കും. ഈ അന്ത്യോക്യസ് എപ്പിഫാനസും വാസ്തവത്തിൽ ഈജിപ്തിനെ തകർത്തതും അധികാരം പിടിച്ചെടുത്തതും എല്ലാം തന്ത്രപൂർവമായ പ്രവർത്തനമായിരുന്നു. ഇവിടെ രേഖപ്പെടുത്തി വഞ്ചന പ്രവർത്തിക്കും, ഉപായം കാണിക്കും, അവൻ ചതിക്കും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ഭാവിയിൽ വരുന്ന അന്തിക്രിസ്തുവിനുള്ള ബന്ധത്തിൽ നമുക്ക് ആ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി തരികയാണ്. 28-ാം വാക്യത്തിൽ കടന്നു വരുമ്പോൾ, പിന്നെ അവൻ വളരെ സമ്പത്തോടുകൂടെ സ്വന്തം ദേശത്തിലേക്ക് മടങ്ങിപ്പോകും. അവൻ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതം വെച്ച് അത് അനുഷ്ഠിച്ച് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. വളരെ സമ്പത്തോടുകൂടെ സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും എന്ന് പറഞ്ഞാൽ നമ്മൾ 27-ാം വാക്യത്തിൽ കണ്ടു, ഒരു മേശയിൽ ഒന്നിച്ച് ഭക്ഷിക്കാനിരുന്നു കൊണ്ട് വഞ്ചന പ്രവർത്തിപ്പാൻ കാര്യങ്ങൾ തയ്യാറാക്കി മനസ്സിനെ തന്ത്രത്തിൽ അവൻ വെച്ചിട്ട് അവൻ വളരെ സമ്പത്തോടുകൂടെ മടങ്ങിപ്പോകുമ്പോൾ വിശുദ്ധ നിയമത്തിന് വിരോധമായി മനോഗതി വെച്ച് അത് അനുഷ്ഠിച്ച് സ്വന്തം ദേശത്തേക്ക് മടങ്ങിപ്പോകും. അവൻ ഈജിപ്തിനെ പിടിച്ചിട്ട് മടങ്ങിപ്പോകുമ്പോൾ ഇസ്രയേലിനെ ആക്രമിക്കുന്ന സംഭവമാണ് ഇവിടെ വായിക്കുന്നത്. അവൻ ദേവാലയത്തെ മലിനീകരിക്കും. ചരിത്രം പറയുന്നത് ഈ പ്രാവശ്യം അവൻ മടങ്ങിപ്പോയപ്പോൾ അവൻ ചെയ്തത് 80,000 യഹൂദനെ വാൾ കൊണ്ട് വെട്ടിക്കൊന്നു, 40,000 യഹൂദനെ പ്രിസണേഴ്സ് ബന്ധനസ്ഥരാക്കി.
40,000 യഹൂദനെ വിറ്റുകളഞ്ഞു. ഒന്നാലോചിച്ച് നോക്കിയേ, ആ കാലഘട്ടത്തോടുള്ള ബന്ധത്തിലൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈജിപ്തിനെ ആക്രമിച്ച് ഈ സിറിയൻ രാജാവ് അന്ത്യോക്കസ് എപ്പിഫാനസ് മടങ്ങിപ്പോകുമ്പോൾ ഈ യെരുശലേമിൻ്റെ ദേവാലയത്തെ ആക്രമിച്ച് മലിനപ്പെടുത്തി. ആ കാലഘട്ടങ്ങളിൽ അന്ന് 80,000 യഹൂദനെ വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തി, 40,000 യഹൂദനെ ബന്ധനത്തിലാക്കി, 40,000 യഹൂദന്മാരെ വിറ്റുകളഞ്ഞു. അവിടെ ദേവാലയത്തിലുള്ള വളരെ പൊന്നും വെള്ളിയും അവൻ കവർന്നുകൊണ്ടുപോയി. ചരിത്രം ഇവിടെ രേഖപ്പെടുത്തുമ്പോൾ അന്ത്യോക്കസ് എപ്പിഫാനസിനെ കുറിച്ചുള്ള പഠനത്തിൽ നമുക്കത് പഠിക്കുവാനായിട്ട് കഴിയുന്നു. മക്കബീസിലൊക്കെ ഈ സംഭവങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 29-ാം വാക്യത്തിൽ നിയമിക്കപ്പെട്ട കാലത്ത് അവൻ വീണ്ടും തെക്കോട്ട് വരും, എങ്കിലും ആ പ്രാവശ്യം മുമ്പലത്തെ പോലെ സാധ്യമാകുകയില്ല. ദാറ്റ് ഈസ് ഹിസ് എക്സ്പെൽഷൻ ഫ്രം ഈജിപ്റ്റ്. വീണ്ടും അന്ത്യോക്കസ് ഈജിപ്തിലേക്ക് കടന്നു വരുന്നു വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ അവിടെ നമ്മൾ വായിക്കുന്നു 30-ാം വാക്യത്തിൽ കിത്തീം കപ്പലുകൾ അവൻ്റെ നേരെ വരും, അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. കിത്തീം കപ്പലുകൾ എന്ന് പറയുന്നത് പഠിച്ചവര് അഭിപ്രായപ്പെടുന്നത് റോമൻ നേവിയാണെന്ന്. നോ റോമൻ ഷിപ്സ്. മെഡിറ്ററേനിയൻ കടലിലെ ഈ അന്ത്യോക്കസ് എപ്പിഫാനസ് വീണ്ടും ഈജിപ്തിനെ ആക്രമിക്കുന്ന സന്ദർഭത്തിൽ ആക്രമിക്കാൻ പോകുമ്പോൾ റോമൻ നേവി അദ്ദേഹത്തെ ആക്രമിക്കുന്നത് കൊണ്ട് അദ്ദേഹത്തിന് മുന്നോട്ട് പോകുവാൻ കഴിയാതെ മടങ്ങിപ്പോകും എന്ന് വായിക്കുമ്പോൾ വീണ്ടും ഇസ്രായേലിൻ്റെ ജനത്തിന് എന്ത് സംഭവിച്ചു എന്നോട് പറയുന്നുണ്ട്. അതുകൊണ്ട് അവൻ വ്യസനിച്ച് മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തിന് നേരെ ക്രുദ്ധിച്ച് പ്രവർത്തിക്കും. അവൻ മടങ്ങിച്ചെന്ന് വിശുദ്ധ നിയമത്തെ ഉപേക്ഷിക്കുന്നവരെ ആദരിച്ചുകൊള്ളും എന്ന് പറഞ്ഞാൽ, ദൈവ പ്രമാണം ആചരിക്കുന്ന യഹൂദനെ കൊല്ലുമ്പോൾ അതിനെ ത്യജിച്ചു കളയുന്ന യഹൂദനെ ആദരിക്കും. എന്ന് പറഞ്ഞാൽ യഹൂദനെ മലിനപ്പെടുത്തുന്നു. അവൻ്റെ നിയമങ്ങളെ വാസ്തവത്തിൽ വിട്ടുകളയുവാൻ അവനെ കൽപ്പന പുറപ്പെടുവിക്കുകയാണ്. അതിൻ്റെ 31-ാം വാക്യത്തിൽ അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്നു, വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമയാഗം നിർത്തലാക്കുന്ന ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കും. ജൂപ്പിറ്ററിൻ്റെ ബിംബം സ്ഥാപിക്കുകയും പന്നിയെ യാഗപീഠത്തെങ്കിൽ യാഗമർപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്ത് പന്നിയെ കൊണ്ടുള്ള സൂപ്പ് അവിടെയെല്ലാം ഒഴിച്ച് മലിനപ്പെടുത്തി ജൂപ്പിറ്ററിനെ ആരാധിക്കണമെന്ന് കൽപ്പന കൊടുക്കുകയും ജൂപ്പിറ്ററിനെ ആരാധിക്കുന്നവരെ അവൻ ആദരിച്ചു. അവരെ കൊല്ലാതെ വിട്ടപ്പോൾ അല്ലാത്ത വിശ്വസ്തനായ യഹൂദന്മാരെ അവർ കൊന്നുകളയുകയും ചെയ്തു. അന്ത്യോക്കസ് എപ്പിഫാനസ് എന്തുകൊണ്ടാണ് ഈജിപ്തിനെ ആക്രമിക്കാൻ ചെന്നപ്പോൾ, വീണ്ടും ആക്രമിക്കാൻ ചെന്നപ്പോൾ സാധിക്കാതെ വന്നപ്പോൾ റോമൻ നേവി അവനെ തിരിച്ചയച്ചപ്പോൾ അവൻ്റെ വൈരാഗ്യം തീർത്തത് ദൈവജനത്തോടാണ്, ദേവാലയത്തോടാണ്. ഇവിടെയെല്ലാം നമുക്ക് ഒരു കാര്യം ഓർക്കുവാൻ, ചിന്തിപ്പാൻ കഴിയും. സഫർ ചെയ്തത് മുഴുവൻ ദൈവജനമാണ്. 200 നീണ്ട വർഷം ഇസ്രായേൽ ജീവിതത്തിൽ കഷ്ടമനുഭവിച്ചു. ഇത് ഒരു പക്ഷെങ്കിൽ അല്പം ബോറായ ഒരു ചരിത്രമായിരിക്കാം. എന്നാൽ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, ഇത് ദൈവജനത്തിൽ രേഖപ്പെടുത്തി തന്നപ്പോൾ ഇത് ഒരു കാര്യമെങ്കിലും മനസ്സിലാക്കുക, ലിറ്ററൽ ഹിസ്റ്ററി, ആക്ഷരിക ചരിത്രം ഈ പറഞ്ഞ പോലെ തന്നെ നടന്നു. ക്ലിയോപാട്രയുടെ ചരിത്രവും നമ്മൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്ന ഹിസ്റ്ററിയിൽ ഇതുള്ളതാണ്. ആ ഹിസ്റ്ററി വാസ്തവത്തിൽ ഹിസ്റ്ററിയോട് താല്പര്യമുള്ളവർക്ക് ഈ ദാനിയേലിൻ്റെ പ്രവചനം 11-ാം അധ്യായം ഞാൻ ഓർത്തു, എന്തൊരു രസകരമായിരിക്കും പഠിക്കുവാൻ കഴിയുന്നത്. ഈജിപ്തും സിറിയയും തമ്മിൽ നടത്തിയ അനേക യുദ്ധങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയപ്പോൾ അതിൻ്റെ മൈന്യൂട്ട് ഡീറ്റെയിൽസ് എങ്ങനെ പരാജയപ്പെടും എന്നുള്ള കാര്യങ്ങളും ഇതൊക്കെ ഇവിടെ രേഖപ്പെടുത്തി തന്നു. എന്നാൽ ഇവിടെയെല്ലാം നമുക്ക് ഓർക്കാനായിട്ട് കഴിയുന്നത് ഈ സിറിയയും ഈജിപ്തും തമ്മിലുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ ജനം വളരെ ബുദ്ധിമുട്ട് അനുഭവിച്ചു, വളരെ കഷ്ടങ്ങൾ അനുഭവിച്ചു. അവൻ വളരെ വൈരാഗ്യത്തോടെ മടങ്ങിപ്പോയി. ആ വൈരാഗ്യം മുഴുവൻ ദൈവജനത്തോട് തീർക്കുന്നു, ദേവാലയത്തെ മലിനപ്പെടുത്തുന്നു, വഷളാക്കുന്നു. നമുക്ക് 35 വരെയുള്ള വാക്യം വായിച്ച് അവസാനിപ്പിക്കാം. നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കും. എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും. ജനത്തിൽ ബുദ്ധിമാന്മാരായവർ പലരും ബോധം വരുത്തും. എങ്കിലും കുറേ കാലത്തേക്ക് അവൻ വാൾ കൊണ്ട്, തീ കൊണ്ടും, പ്രവാസം കൊണ്ടും, കവർച്ച കൊണ്ടും വീണുകൊണ്ടിരിക്കും. വീഴുമ്പോൾ അവർ അല്പസഹായത്താൽ രക്ഷ പ്രാപിക്കും. പലരും കപടഭാവത്തോടെ അവരോട് ചേർന്നുകൊള്ളും. എന്നാൽ അന്ത്യകാലം വരെ അവരിൽ പരിശോധനയും ശുദ്ധീകരണവും നിർമ്മലീകരണവും സാധിക്കേണ്ടതിന് ബുദ്ധിമാന്മാരിൽ ചിലർ വീഴും. നിശ്ചയിക്കപ്പെട്ട കാലത്ത് മാത്രം അന്തം വരും. ആ 35 തൊട്ടുള്ള വാക്യം ഭാവിയോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ള ഭാഗമാണ്. എന്നാൽ 34 വരെ, അതായത് 35ഓടുള്ള ബന്ധത്തിൽ
കഴിഞ്ഞ ചരിത്രം 200 വർഷത്തിൻ്റെ ചരിത്രം അവസാനിക്കുന്നു. ആ ചരിത്രം ഞാൻ അവിടെ നിർത്തട്ടെ. ഇനിയും നമുക്കുള്ളത് 36 തൊട്ടുള്ള വാക്യം. അത് നമുക്കൊരു ദിവസമേലും എടുത്ത് പഠിച്ചെങ്കിലേ സാധിക്കുകയുള്ളൂ. 36 തൊട്ട് 45 വരെ ഇത് അന്ത്യകാലത്തുള്ള ബന്ധത്തിലാണ്. നമ്മളവിടെ വരുമ്പോൾ നോക്കുക, അതിൻ്റെ 40-ാം വാക്യം. പിന്നെ അന്ത്യകാലത്ത് ഏതെല്ലാം രാജ്യം എങ്ങനെ യുദ്ധം നടത്തുമെന്ന് കൃത്യമായിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ വായിച്ചാൽ, നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ ആകപ്പാടെ പെശകായിട്ട് കിടക്കും. തെക്കേ ദേശം വടക്കേ ദേശത്തോട് ആക്രമിക്കുന്നു, കിഴക്ക് നിന്നുള്ള വർത്തമാനം, വടക്ക് നിന്നുള്ള വർത്തമാനം, ഇങ്ങനെ പല സംഭവങ്ങൾ പറയുമ്പോൾ എന്താണെന്നൊരു പിടിയും കിട്ടില്ല. ഇവിടെ ഒരു ചെറിയ ഗ്രാഫ് വരച്ചെങ്കിലേ നമുക്ക് അത് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അത് അടുത്ത ആഴ്ച നമുക്കത് വരച്ചിട്ട് പഠിക്കാം. അത് വരച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് വായിക്കാൻ എളുപ്പമാണ്, അർത്ഥപൂർണ്ണമായി മാറും. ഞാൻ എൻ്റെ വാക്കുകളുടെ അവസാനിപ്പിക്കുമ്പോൾ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ ഓർപ്പിക്കട്ടെ. ബൈബിളിലെ 11-ാം അധ്യായം അനേകർ പഠിക്കാത്തതിൻ്റെ കാരണം ചരിത്രത്തോട് തുലനം ചെയ്തോ പഠിക്കുന്നില്ലെങ്കിൽ അവിടെ യാതൊരു അർത്ഥവും നമുക്ക് മനസ്സിലായില്ല, വായിച്ചാൽ ഒന്നും പിടികിട്ടില്ല. എന്നാൽ ഇന്ന് സന്ധ്യയിൽ മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കുക, ബൈബിളിൽ മുമ്പ് കൂട്ടി വെളിപ്പെടുത്തിയതുപോലെ 200 വർഷത്തിൻ്റെ ചരിത്രം ലിറ്ററലി ഈജിപ്തും സിറിയയുമായിട്ടുള്ള യുദ്ധത്താൽ ഇസ്രയേൽ അനുഭവിക്കേണ്ടി വന്നു ആ കഷ്ടത. അവസാനമായിട്ട് അന്ത്യോക്യസ് എപ്പിഫാനസ് എഴുന്നേൽക്കുന്നു. അതോടുകൂടെ ആ ചരിത്രം 200 വർഷത്തിൻ്റെ ചരിത്രം അവസാനിപ്പിച്ചിട്ട് അന്ത്യകാലത്ത് എഴുന്നേൽക്കുന്ന അന്തിക്രിസ്തുവിൻ്റെ ചരിത്രമാണ് ദൈവം വെളിപ്പെടുത്തി തന്നത്. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്! ചരിത്രത്തെ കൃത്യമായിട്ട് മുമ്പ് കൂട്ടി വെളിപ്പെടുത്തി തരുവാൻ കഴിയുന്ന ദൈവം അവിചാരിതമല്ല. ബുദ്ധിമാന്മാരായ ആരെങ്കിലും അവിശ്വാസികളായിട്ടുണ്ടെങ്കിൽ ഈ 11-ാം അധ്യായം ചരിത്രം കൂടി ഒന്ന് എടുത്തു കാണിച്ചാൽ അവർ മൗനമാകുകയുള്ളൂ. വചനത്തോട് വിരോധം കാണിക്കുന്നവർ, വചനത്തെ എതിർക്കുന്നവർ, ഇത് തെറ്റാണെന്ന് വാദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം ചരിത്രത്തോടൊന്ന് ബന്ധത്തിൽ എടുത്തു കാണിച്ചാൽ മതി. ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ വയ്യാതെ ഇത് സത്യമാണെന്ന് അവർ സമ്മതിക്കേണ്ടി വരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നന്ദിയുള്ള ഹൃദയത്തോടെ സന്ധ്യയിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ ഒരു വാക്കുപോലും കർത്താവേ അത് അവിചാരിതമായി വന്നതല്ല. ഞങ്ങളുടെ ഭക്തിക്കും ജീവനും ആധാരമായതൊക്കെ ഞങ്ങൾക്ക് തന്നു. ചരിത്രം, മധ്യപൂർവ്വദേശത്തിൻ്റെ ചരിത്രം, നിൻ്റെ ജനത്തോടുള്ള ബന്ധത്തിലെ ചരിത്രം, 200 വർഷം സംഭവിക്കുന്ന കാര്യങ്ങൾ ദാനിയേലിന് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാട് പോലും ദാനിയേലിന് കിട്ടാതെ വണ്ണം ദുഷ്ടൻ ആ ദൂതുമായി വന്ന ആ ദൂതനെ തടസ്സപ്പെടുത്തി. എന്നാൽ ദൈവം അത് ദാനിയേലിന് കൊടുത്തപ്പോൾ കർത്താവേ, ഇന്ന് ഞങ്ങളത് വായിക്കുമ്പോൾ ചരിത്രത്തെ കൃത്യമായിട്ട് നീ വെളിപ്പെടുത്തി കൊടുത്തു. ഈജിപ്തും സിറിയയുമായിട്ടുള്ള യുദ്ധം, ഇസ്രായേലിൻ്റെ മണ്ണിൽ അവർ അനുഭവിച്ച കഷ്ടങ്ങൾ ഞങ്ങൾക്ക് ന്യായമായിട്ട് ചിന്തിപ്പാൻ കഴിയും. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തോട് യുദ്ധമേർപ്പെട്ട് അതിൻ്റെ മധ്യത്തിലായിരിക്കുന്ന ജനങ്ങൾ എത്രയോ കഷ്ടം അനുഭവിക്കേണ്ടി വരും. നിൻ്റെ ജനം എത്രയോ നാളുകൾ കഷ്ടം അനുഭവിച്ചു. 200 വർഷം ദീർഘമായി അവരുടെ മണ്ണ് യുദ്ധത്തിൻ്റെ മണ്ണായി മാറി. എന്നാൽ ആ യുദ്ധത്തിനുള്ള കാരണങ്ങളും കാര്യങ്ങളും രാജാക്കന്മാരെക്കുറിച്ചൊക്കെ നീ വെളിപ്പെടുത്തിയപ്പോൾ അല്പബുദ്ധികളായ ഞങ്ങൾക്ക് ഇതൊക്കെ ഗ്രഹിക്കുവാനായിട്ട് വളരെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഈ അവസാന നാളുകളിൽ ഞങ്ങൾക്ക് ഈ കാര്യങ്ങളെ വെളിപ്പെടുത്തി തരുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഒന്നും അവിചാരിതമല്ല. നിൻ്റെ വചനം സത്യമാണ്, കൃത്യമാണ്. കർത്താവേ, നീ ദൈവമാണ്. നീ മുമ്പ് കൂട്ടി സകലത്തെയും അറിയുന്നവനാണ്. ഞങ്ങൾക്ക് നിൻ്റെ വചനത്തിൽ വിശ്വസിപ്പാനും നിന്നിൽ വിശ്വസിപ്പാനും ഈ ചരിത്രങ്ങൾ ഞങ്ങളെ അനുവദിക്കുന്നതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഭക്തിയുള്ളവരായി, ഭയമുള്ളവരായി ഞങ്ങളുടെ ദൈവത്തെ ഭക്തിയോടും ഭയത്തോടും സേവിപ്പാൻ ഈ പഠനങ്ങളൊക്കെ ഞങ്ങളെ സഹായിക്കണം. ദാനിയേലിൻ്റെ പുസ്തകത്തിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് വെളിപ്പെടുത്തിയ ചരിത്രത്തിനായി സ്തോത്രം. ഇസ്രായേൽ അനുഭവിച്ച കഷ്ടങ്ങൾ കർത്താവെ മുമ്പ് കൂട്ടി നീ കണ്ടു, നീ അത് വെളിപ്പെടുത്തി. ഇനിയും അവസാന കാലത്ത് സംഭവിക്കുന്ന കാര്യങ്ങളും അത് പറഞ്ഞതുപോലെ സംഭവിക്കുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ നാളുകളെ എണ്ണിക്കൊണ്ട്, ഞങ്ങളുടെ തലകളെ ഉയർത്തിക്കൊണ്ട് വിശുദ്ധരും നിർമ്മലരുമായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. രക്ഷിക്കപ്പെടാതെ ആരെങ്കിലും കാണണമെന്ന് വന്നിട്ടുണ്ടെങ്കിൽ അവർക്കത് ചിന്തിപ്പാനും ഒരുപക്ഷെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ ഇത് ബുദ്ധിമുട്ടുള്ള ഭാഗമായിരിക്കാം. എന്നാൽ അവർ ചിന്തിച്ചത് മനസ്സിലാക്കുവാൻ, കർത്താവെ നിന്നിൽ വിശ്വാസം അർപ്പിക്കുവാൻ, യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ കരസ്ഥമാക്കുവാൻ നീ അവരെ സഹായിക്കണം. ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ക്ഷേമത്തോടെ ഞങ്ങളുടെ ഭവനത്തിൽ ഞങ്ങളെ എത്തിക്കണം. എല്ലാ മഹത്വവും കെടുക്കണം. ഞങ്ങളുടെ കർത്താവും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.